നമസ്കാരം. സ്ഥലം നീലഗിരി. 1800കളുടെ തുടക്കം. പച്ച പുതച്ചു നിൽക്കുന്ന ആ മലനിരകളിലെ അന്നത്തെ പ്രഭാതത്തിന് വാക്കുകൾക്കും അപ്പുറമുള്ള ഒരു വശ്യതയുണ്ടായിരുന്നു. ആകാശത്ത് ഉദിച്ചുയരുന്ന വെയിലിന്റെ തിളക്കവും ഊട്ടിയിലെ ആ തണുപ്പും കൂടി ചേർന്നപ്പോഴേക്കും വല്ലാത്തൊരു സുഖമുള്ള പ്രഭാതമായിരുന്നു അത്. കുന്നൂരിലെ കണ്ടോൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മനോഹരമായ ഒരു കോട്ടേജിന്റെ മുറ്റത്ത് നായാട്ടിനായിട്ട് സജ്ജരായ കുതിരകൾ മേഞ്ഞു നടപ്പുണ്ട്. പെട്ടെന്ന് ആ കോട്ടേജിന്റെ വാതിൽ തുറന്ന് ശിക്കാരി വേഷമണിഞ്ഞ 3 വെള്ളക്കാര് സാവധാനം പുറത്തേക്ക് വന്നു. ആഹാ, നല്ലൊരു നായാട്ടിന് പറ്റിയ കാലാവസ്ഥ. അക്കൂട്ടത്തിലെ മുതിർന്നയാള് തന്റെ പച്ച ഹണ്ടിങ് കോട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ആവേശത്തോടെ ആകാശത്തേക്ക് നോക്കി ഉറക്കെ പറഞ്ഞു. ഏകദേശം 50 വയസ്സോളം പ്രായമുള്ള ആ മനുഷ്യന്റെ പേര് ലോറിമർ എന്നായിരുന്നു. ഒരു കാലത്ത് കടും തവിട്ട് നിറമായിരുന്ന അദ്ദേഹത്തിന്റെ മുടിനാരുകളില് ഇപ്പോൾ അനുഭവ സമ്പത്തിന്റെ വെള്ളി നരകൾ പടർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വെയിലേറ്റ് വാടിയ ആ കവളുകളിലെ നിറം ജീവിതത്തിന്റെ ഭൂരിഭാഗവും തുറസായ കാട്ടുപാതകളിൽ ചിലവഴിച്ചുകൊണ്ടാണ് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ സംഘത്തിലെ രണ്ടാമൻ പാറ പോലെ ഉറച്ച ശരീരമുള്ള ഉയരമുള്ള ഒരാളായിരുന്നു. ഉണങ്ങിയ മുളയുടെ നിറമുള്ള ജാക്കറ്റും അരയോളം എത്തുന്ന മാൻ തോലുകൊണ്ട് നിർമ്മിച്ച ലെഗിങ്സുമായിരുന്നു അയാളുടെ വേഷം. ശിരസില് ആട്ടിൻ രോമം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ തൊപ്പി, കരടിത്തോൾ കൊണ്ടുണ്ടാക്കിയ വെടിയുണ്ട ഇടുന്ന സഞ്ചിക്ക് താഴെയായിട്ട് വെള്ളി പിടിപ്പിച്ച മാൻ കൊമ്പിന്റെ കൈപ്പിടിയുള്ള ഒരു വലിയ നായാട്ട് കത്തിയും അദ്ദേഹം കൂടെ കരുതിയിട്ടുണ്ട്. ആകെക്കൂടി ഒരു പ്രാകൃത ലക്ഷണമൊക്കെ ഉണ്ടെങ്കിലും ആ നിൽപ്പിന് ഒരു പട്ടാളക്കാരന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. ഇന്ത്യൻ കാടുകളുടെ സ്പന്ദനമറിയാവുന്ന ആ ഇതിഹാസ വേട്ടക്കാരനായിരുന്നു ക്യാപ്റ്റൻ മാൻസ്ഫീൽഡ്. ഇവർക്ക് പിന്നിലായി നിന്നിരുന്ന മൂന്നാമൻ 19 വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിൽ എത്തിയിട്ട് അധികകാലം ആയിട്ടില്ലാത്ത ചാൾസ് പിയേഴ്സൺ ആയിരുന്നു അത്. പുതിയ പച്ചക്കോട്ടും വെളുത്ത നിക്കറും തിളങ്ങുന്ന ബൂട്ടുകളും ധരിച്ച അവൻ ഇവിടെ പുതിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും. റോസാപ്പൂവിന്റെ നിറമുള്ള ചർമ്മവും എപ്പോഴും പുഞ്ചിരി തൂകുന്ന ഇളം നീല കണ്ണുകളുമുള്ള കാണാൻ വളരെ ഭംഗിയുള്ള മാന്യനായ ഒരു യുവാവ്. അവര് 3 പേരും കുതിരപ്പുറത്തേക്ക് കയറാനായിട്ട് ഒരുങ്ങുമ്പോഴാണ് വാതിൽപ്പടിയില് സുന്ദരിയായ കെയ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ലോറിമറുടെ മകളും ചെറുപ്പക്കാരൻ ചാൾസിന്റെ ബന്ധുവുമായ അവള് തന്റെ തോട്ടത്തിൽ വളർത്തുന്ന മനോഹരമായ ഒരു ചെടിയുടെ കമ്പൊടിച്ച് ചാൾസിന്റെ തൊപ്പിയിൽ കുത്തിവെച്ചുകൊണ്ട് ഒരു കൊഞ്ചലോടെ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ടേ മടങ്ങി വരാവൂ. ചാൾസ് തന്റെ കാമുകിയുടെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് ആവേശത്തോടെ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി. കുതിരയെ കുന്നിൻ ചെരുവിലൂടെ താഴേക്ക് പായിക്കുമ്പോൾ പ്രണയവും സംഗീതവും പൂക്കളും ഒക്കെ നിറഞ്ഞ ഒരു പാട്ട് അവൻ മൂളുന്നുണ്ടായിരുന്നു. ഇത് കേട്ട ലാറിമർ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു വേട്ടക്കാരനാകാനാണോ അതോ കവിയാകാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? തോക്കിന്റെ പൊട്ടിത്തെറിയും വേട്ടനായ്ക്കളുടെ കുരയുമാണ് ഈ കാട്ടിലെ യഥാർത്ഥ സംഗീതം. ഇത് കേട്ടിട്ട് ചാൾസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നങ്കിളെ, എനിക്കിതിൽ വലിയ പരിചയമൊന്നുമില്ല. എന്നാലും എന്റെ കയ്യിലുള്ള ഈ ലണ്ടൻ തോക്ക് വെച്ചിട്ട് ഞാൻ കാട്ടുപക്ഷികളെ നന്നായിട്ട് വേട്ടയാടും. ഇത് കേട്ട് പക്ഷെ ലാറിമർക്ക് ദേഷ്യമാണ് തോന്നിയത്. നിനക്ക് എങ്ങനെയാണ് ഈ തുരുമ്പിച്ച ഇരുമ്പ് കുഴലുമായിട്ട് ഈ കൊടുങ്കാട്ടിൽ വരാൻ തോന്നിയത്? ലണ്ടനിൽ സുഖിച്ച് കഴിയുന്നവർക്ക് ഇന്ത്യൻ കാടുകളെക്കുറിച്ച് എന്താണ് അറിയാവുന്നത്? ഒരു യഥാർത്ഥ വേട്ടക്കാരൻ ഒരിക്കലും പക്ഷികളെ വേട്ടയാടി സമയം കളയില്ല. കാട്ടുമൃഗങ്ങളെ നേരിടാനായിട്ട് റൈഫിൾ അല്ലാതെ മറ്റൊരു ആയുധവും ഈ കാട്ടിൽ ഉപയോഗിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഒരു കാര്യം ചെയ്യേ, നീ ഇന്ന് എന്റെ തോക്കുകളിലൊന്നും ഉപയോഗിച്ച് വെടിവെച്ചു. അത് ഉപയോഗിക്കാനായിട്ട് പൂർണ്ണമായിട്ട് പഠിച്ചു കഴിയുമ്പോഴേക്കും ആ ആയുധത്തിന്റെ യഥാർത്ഥ ശക്തി നിനക്ക് മനസ്സിലാവും. നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് വെറും ഒരു വേട്ടക്കഥയല്ല, 1800കളിലെ നീലഗിരി കാടുകളിലൂടെയുള്ള അതുല്യമായ ഒരു സാഹസിക യാത്രയാണ്. അന്നത്തെ കാടുകളുടെ ഭംഗി, മൃഗങ്ങളുടെ ബാഹുല്യം, കാടും നാടും ഇടകലർന്ന് കിടക്കുന്ന നീലഗിരിയുടെ വന്യത, കാടുമായിട്ടുള്ള അന്നത്തെ ആളുകളുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടങ്ങൾ, ഇന്ന് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു ചരിത്ര യാത്ര. നിങ്ങൾ ഈ വീഡിയോ കണ്ണു തുറന്ന് കാണണം എന്നില്ല, കാരണം കണ്ണടച്ച് കേട്ടാലും നിങ്ങൾക്കത് ആസ്വദിക്കാൻ സാധിക്കും. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് വെയർ ദ പാസ്റ്റ് കംസ് എലൈവ്. അങ്ങനെ ആ വെള്ളക്കാർ മൂവരും മലഞ്ചെരുവിലൂടെ സഞ്ചരിച്ച് താഴെ മനോഹരമായ ഒരു താഴ്വരയിൽ എത്തിച്ചേർന്നു. പ്രകൃതി അതിന്റെ സകല സൗന്ദര്യവും വാരി വിതറിയ ഒരു സ്ഥലം. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ മലനിരകളാൽ ചുറ്റപ്പെട്ട അവിടെയായിട്ട് ഭീമാകാരമായ മരങ്ങളും കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ ഒരു അഗാധമായ താഴ്വരയിലേക്കാണ് ആ വഴി ചെന്നെത്തുന്നത്. ഏതൊരു കവിക്കും ചിത്രകാരനും പ്രചോദനം നൽകുന്ന അതിമനോഹരമായ കാഴ്ച. അവിടെയുള്ള ഉയർന്ന മലനിരകൾ ഇപ്പോഴും മഞ്ഞ് കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്ന റോഡഡെൻഡ്രോൺ പൂക്കൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും താൻ ഇംഗ്ലണ്ടിൽ തിരികെ എത്തിയതുപോലെയാണ് നമ്മുടെ ചാൾസിന് തോന്നിയത്. താഴ്വരയുടെ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ട്. ഇവരുടെ നായാട്ട് സംഘത്തിലെ നാട്ടുകാരായിട്ടുള്ള ആളുകളായിരുന്നു അത്. ചിലർ പാറകളിൽ ചാരി ഇരുന്നുകൊണ്ട് വളരെ അലസമായിട്ട് തങ്ങളുടെ നീളമുള്ള നാടൻ തോക്കുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ചിലര് വേട്ട നായ്ക്കളെ കുളിപ്പിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ സംഘത്തിലെ പ്രധാന വേട്ടക്കാരനായിട്ടുള്ള ഇസ്മായിൽ ഖാൻ തന്റെ വേട്ട നായ്ക്കളോടൊപ്പം അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കാരിരുമ്പിന്റെ കരുത്തുള്ള ശരീരവും നല്ല ആരോഗ്യമുള്ള ആളാണ്
ഇസ്മായിൽ ഖാൻ. അവിടെ എത്തിയ ശേഷം കുതിരപ്പുറത്ത് നിറങ്ങിയ ഈ 3 വെള്ളക്കാരും തങ്ങളുടെ തോക്കുകൾ തയ്യാറാക്കാണ്ട് തുടങ്ങി. ഇതേസമയം ഇസ്മായിൽ ഖാൻ മുന്നോട്ട് വന്ന് ആ ദിവസത്തെ നായാട്ടിന്റെ പദ്ധതികൾ ഇവരോട് വിവരിച്ചു. കാടിന്റെ ഏത് ഭാഗത്താണ് മൃഗങ്ങളെ തെളിച്ചുകൊണ്ട് വരാനുള്ള ബീറ്റേഴ്സിനെ നിർത്തിയിരിക്കുന്നതെന്നും ഭയന്നോടുന്ന കാട്ടുജന്തുക്കള് ഏത് വഴിയിലൂടെയാണ് തങ്ങളുടെ നേർക്ക് വരാൻ സാധ്യതയുള്ളതെന്നും അദ്ദേഹം അവർക്ക് കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ട് ചെറുപ്പക്കാരൻ ചാൾസിന് താനൊരു പുതിയ ലോകത്താണ് എത്തിയത് എന്ന് തോന്നി. ലോറിമർ ഉടൻ തന്നെ തന്റെ സഹായിയുടെ കയ്യിൽ നിന്നും മനോഹരമായിട്ടുള്ള ഒരു റൈഫിൾ വാങ്ങിയിട്ട് ചാൾസിന്റെ നേർക്ക് നീട്ടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയുധം, ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്. ലണ്ടനിലെ വില കൂടിയിട്ടുള്ള ആധുനിക തോക്കുകളെക്കാളും എന്തുകൊണ്ടും ഈ കാട്ടിൽ നമ്മൾ ഇതിനെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇതിന്റെ ഭാരവും രൂപവും നിനക്ക് മനസ്സിലാക്കി തരും. ചാൾസ് വളരെ കൗതുകത്തോടെ ആ ആയുധം വാങ്ങി പരിശോധിച്ചു. ഇരുമ്പ് കുടലിന്റെ തണുത്ത സ്പർശവും അത് കൈകളിൽ നൽകുന്ന വല്ലാത്തൊരു ആത്മവിശ്വാസവും തന്നില് പുതിയൊരു വേട്ടക്കാരനെ ഉണർത്തുന്നത് പോലെ ചാൾസിന് തോന്നി. അവന്റെ ഭാവം കണ്ട് മാൻസ്ഫീൽഡ് പറഞ്ഞു, നായാട്ട് എന്നത് മൃഗങ്ങളെ കൊല്ലാനുള്ള വെറുമൊരു വിനോദമല്ല, അതൊരു വലിയ കലയാണ്. പ്രകൃതിയോടും മൃഗങ്ങളോടും നമ്മൾ എങ്ങനെ ശാന്തമായി ഇടപെടുന്നു എന്നതിലാണ് ഒരു യഥാർത്ഥ വേട്ടക്കാരന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു വലിയ മരച്ചുവട്ടില് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച ചാൾസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതൊരു പുതിയ വ്യക്തിയായിരുന്നു, ഡോക്ടർ മക്ഫി. അവിടെ കൂടി നിന്നിരുന്ന ഗാംഭീര്യമുള്ള തലയെടുപ്പുള്ള വേട്ടക്കാരുടെ ഇടയിൽ തികച്ചും വിചിത്രമായൊരു രൂപമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. വളരെ ഉയരമുള്ള എന്നാൽ മെലിഞ്ഞ ശരീരമുള്ള ഡോക്ടറുടെ വേഷം കണ്ടാൽ ആരും ചിരിച്ചു പോകും. കാൽമുട്ട് വരെ നീളമുള്ള എങ്ങനെയൊക്കെയോ തുന്നിക്കൂട്ടിയ പഴയ ഒരു കോട്ടും തലയിൽ വട്ടത്തിലുള്ള വിചിത്രമായിട്ടുള്ള തൊപ്പിയുമായിരുന്നു വേഷം. വലിയൊരു ബൈനോക്കുലർ കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അലർജി കാരണം ഇടയ്ക്കിടെ അദ്ദേഹം തന്റെ നീളമുള്ള മൂക്ക് വലിയൊരു തൂവാല കൊണ്ട് ശബ്ദമുണ്ടാക്കി തുടയ്ക്കുന്നുണ്ടായിരുന്നു. നായാട്ടിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും തന്റെ പഴയ കാലത്തെ ചില വീരകഥകൾ മറ്റുള്ളവരോട് വളരെ ആവേശത്തോടെ കൈകൾ വീശി വിവരിക്കുകയായിരുന്നു അദ്ദേഹം. അയാളുടെ കയ്യിലുള്ള വളരെ നീളമുള്ള പഴയ തോക്കിലേക്ക് ചൂണ്ടിക്കൊണ്ട് മാൻസ്ഫീൽഡും ലോറിമറും പരസ്പരം നോക്കിയിട്ട് അർദ്ധഗർഭമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാടിന്റെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ നിന്നും ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന നേർത്ത ശബ്ദം അവർ കേട്ടു. കാറ്റിന്റെ ഗതി മാറിയ ആ നിമിഷം ഇസ്മായിൽ ഖാൻ പെട്ടെന്ന് എല്ലാവരോടും നിശബ്ദരാകാൻ തന്റെ കൈ ഉയർത്തി ആംഗ്യം കാണിച്ചു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ഡോക്ടർ മക്ഫി പോലും തന്റെ കഥ പറച്ചിൽ നിർത്തി പകച്ചു നിന്നു. അപ്പോഴാണ് മരങ്ങൾക്കിടയിലൂടെ വലിയൊരു മാൻകൂട്ടം പതുക്കെ നടന്നു വരുന്നത് അവർ കണ്ടത്. കൂട്ടത്തില് അതിമനോഹരമായ ശാഖകളുള്ള വലിയ കൊമ്പുകളുള്ള ഒരു കൂറ്റൻ കലമാനും ഉണ്ടായിരുന്നു. ഇത് കണ്ട് മാൻസ്ഫീൽഡ് ചാൾസിന്റെ ചെവിയിൽ മെല്ലെ മന്ത്രിച്ചു, ഇത് നിന്റെ അവസരമാണ്, നീ തയ്യാറാണോ? ഇത് കേട്ട് ചാൾസിന്റെ നെഞ്ചിടിപ്പ് കുതിരക്കുളമ്പടി പോലെ വേഗത്തിലായി. അവൻ തന്റെ റൈഫിൾ പതുക്കെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. കൈകൾ അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവന്റെ സിരകളിൽ നായാട്ടിന്റെ ആവേശം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ കാടുകളിലെ നിയമങ്ങൾ ഇനിയും പഠിക്കാനിരിക്കുന്ന ആ ചെറുപ്പക്കാരന് തന്റെ ആവേശം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മാൻസ്ഫീൽഡിന്റെ കൃത്യമായ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ ആ വലിയ മാനിനെ ലക്ഷ്യമാക്കി ചാൾസ് തിടുക്കത്തിൽ കാഞ്ചി പിടിച്ചു. കാടിന്റെ ശാന്തതയെ കീറി മുറിച്ചുകൊണ്ട് വലിയൊരു വെടിയുച്ച അവിടെ മുഴങ്ങി. പക്ഷികളുടെ ഒരു വലിയ കൂട്ടം ഭയന്ന് ആകാശത്തേക്ക് പറന്നുയർന്നു. പുകപടലങ്ങൾ അടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചാൾസ് ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് നോക്കി. വെറും ശൂന്യത മാത്രം. ഇത് കണ്ട് മാൻസ്ഫീൽഡ് അവന്റെ അരികിലേക്ക് വന്നു. നീ വിഷമിക്കേണ്ട കാര്യമില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു നല്ല വേട്ടക്കാരനാകാനായിട്ട് ഒരുപാട് പരിശീലനവും അതിലേറെ ക്ഷമയും ആവശ്യമാണ്. ഇരയുടെ ഓരോ ചലനവും നിരീക്ഷിച്ചതിനു ശേഷം മാത്രമേ ഇനി കാഞ്ചി വലിക്കാവൂ. നിനക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടും, ഭയക്കണ്ട. അങ്ങനെ അവര് അവിടെ നിന്നും മുന്നോട്ടേക്ക് നീങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കാടിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും ഭയാനകമായ ഒരു അലർച്ച അവർ കേട്ടത്. ഇത്തവണ അത് ഭയന്നോടുന്ന മാനിന്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് കോപം നിറഞ്ഞ മറ്റൊരു വന്യമൃഗത്തിന്റെ മുന്നറിയിപ്പായിരുന്നു. ഇസ്മായിലിന്റെ കണ്ണുകൾ വികസിച്ചു. ദൂരെ വലിയ കുറ്റിക്കാട് ശക്തമായിട്ട് ഇളകുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ടായിരുന്നു. എല്ലാവരും സൂക്ഷിക്കുക, വലിയൊരു കരടി വരുന്നുണ്ട്. അത് കേട്ട് മാൻസ്ഫീൽഡും ലോറിമറും തങ്ങളുടെ തോക്കുകൾ തയ്യാറാക്കിയിട്ട് മരങ്ങളുടെ മറവിലേക്ക് മാറി നിന്നു. ചാൾസിന്റെ ഹൃദയം വീണ്ടും താളം തെറ്റി തുടങ്ങി. അവൻ തന്റെ റൈഫിളിൽ അതിവേഗത്തിൽ പുതിയ തിര നിറച്ചു. ഇതേ സമയം മരങ്ങൾക്കിടയിലൂടെ കറുത്ത രോമങ്ങളുള്ള ഭീമാകാരനായ ഒരു കരടി എന്തോ തിരഞ്ഞുകൊണ്ട് വരുന്നത് അവർക്ക് കാണാമായിരുന്നു. ചാൾസെ, ഇത്തവണ ലക്ഷ്യം തെറ്റരുത്. മാൻസ്ഫീൽഡ് അവന് മുന്നറിയിപ്പ് നൽകി. ചാൾസ് വളരെ ശ്രദ്ധയോടെ കരടിയെ ലക്ഷ്യം വെച്ചു. കാഞ്ചി വലിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം അവൻ തന്റെ ശ്വാസം അടക്കി പിടിച്ചു. എന്നാൽ ഇത്തവണയും അവന് പിഴച്ചു. ആ വെടിയുണ്ട കരടിയുടെ ദേഹത്തല്ല കൊണ്ടത്, മറിച്ച് അതിന്റെ അടുത്തുള്ള ഒരു വലിയ മരത്തിന്റെ തടിയിലാണ് കൊണ്ടത്. മരത്തിന് വെടിയുണ്ട തറച്ച ശബ്ദം കേട്ട് ആ ഭീമൻ കരടി ഞെട്ടിത്തിരിഞ്ഞു. അതിന്റെ കോപം ഇരട്ടിയായി. ദേഷ്യത്തോടെ തിളയ്ക്കുന്ന കണ്ണുകളോടെ അത് അവർ നിന്നിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അടുത്ത നിമിഷം ഉച്ചത്തിലൊരു ഭയാനകമായ അലർച്ചയോടെ അത് അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. നോക്കി നിന്നോ, പണി വരുന്നുണ്ട്, മാൻസ്ഫീൽഡ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കണ്ണടച്ച് തുറക്കുന്നത് വേഗത്തിലായിരുന്നു ആ കരടിയുടെ ആക്രമണം. മരണത്തിന്റെ കറുത്ത നിഴൽ പോലെ അത് തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ട് ചാൾസിന്റെ സിരകളിൽ രക്തം മരവിച്ചുപോയി.
അവൻ ഭയന്ന് വിറച്ച് പാറ പോലെ അനങ്ങാതെ നിന്നു. തന്റെ കയ്യിലുള്ള ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും ആ ഭയാനകമായ നിമിഷത്തിൽ അവൻ ഓർമ്മ വന്നില്ല. എന്നാൽ ക്യാപ്റ്റൻ മാൻസ്ഫീൽഡ് ഒട്ടും പരിഭ്രമിച്ചില്ല. നൂറുകണക്കിന് വന്യമൃഗങ്ങളെ നേരിട്ട അദ്ദേഹത്തിന്റെ കണ്ണുകൾ ആ വലിയ അപകടത്തെ വളരെ ശാന്തമായി തന്നെ നേരിടാൻ തയ്യാറായിരുന്നു. തന്റെ റൈഫിൾ പതുക്കെ തോളിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് അദ്ദേഹം ആ കാട്ടുമൃഗത്തിന്റെ വരവും കാത്തുനിന്നു. കരടി കുറച്ചു വാരകൾ മാത്രം അകലെ എത്തിയ കൃത്യം ആ നിമിഷത്തില് കാടിനെ ആകെ വിറപ്പിച്ചുകൊണ്ട് മാൻസ്ഫീൽഡിന്റെ തോക്കിൽ നിന്നും തീപ്പൊരി ചിതറി. കൃത്യമായ ലക്ഷ്യത്തോടെ ചീറിപ്പാഞ്ഞ ആ വെടിയുണ്ട കരടിയുടെ നെഞ്ചിൽ തന്നെയാണ് പതിച്ചത്. ഹൃദയം പിളർക്കുന്ന ഒരു വലിയ അലർച്ചയോടെ ആ ഭീമൻ കരടി ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. ഉണങ്ങിയ ഇലകൾക്കിടയിൽ കിടന്നുകൊണ്ട് കുറച്ചു നേരം പിടഞ്ഞ ശേഷം അവൻ നിശ്ചലനായി. ചാൾസിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ജീവനും മരണത്തിനും ഇടയിലുള്ള ആ ചെറിയ നൂൽപ്പാലത്തിൽ വെച്ച് മാൻസ്ഫീൽഡ് കാണിച്ച അപാരമായ ആ ധൈര്യവും ഏകാഗ്രതയും അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ചാൾസെ കൂട്ടാ, നീ കണ്ടോ, ഇതാണ് യഥാർത്ഥ കാട്. തന്റെ തോക്കില് വളരെ കൂളായിട്ട് വീണ്ടും തിരനടച്ചുകൊണ്ട് മാൻസ്ഫീൽഡ് ശാന്തനായിട്ട് പറഞ്ഞു. ഇവിടെ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല. കൃത്യമായ ലക്ഷ്യവും ഒട്ടും പതറാത്ത മനസ്സുമാണ് ഒരു വേട്ടക്കാരന്റെ ഏറ്റവും വലിയ ആയുധം, അല്ലാതെ തോക്കിന്റെ വിലയോ അതിന്റെ പുറത്തെ ഭംഗിയോ അല്ല. പെട്ടെന്ന് അവർക്ക് പിന്നിൽ നിന്നും വലിയൊരു പൊട്ടിച്ചിരി കേട്ടു. അത് മറ്റാരുമായിരുന്നില്ല, ഭയന്ന് മരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്ന ഡോക്ടർ മഫി ആയിരുന്നു. തന്റെ കഴുത്തിൽ കിടന്നിരുന്ന ബൈനോക്കുലർ ഒന്നുകൂടി ശരിയാക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ടേക്ക് കടന്നു വന്നു. ചാൾസെ, നീ പേടിച്ചു പോയോ? ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് നമ്മോട് വലിയ സ്നേഹമാണ്. നമ്മളെ കണ്ടാല് ഓടി വന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ വരും. ഡോക്ടറുടെ തമാശ ആ സമയത്തെ പിരിമുറുക്കം തെല്ലൊന്നയച്ചു. ഇതേ സമയം ഇസ്മായിൽ ഖാൻ ആ കരടിയുടെ അടുത്തേക്ക് നടന്നു ചെന്നിട്ട് അത് പൂർണ്ണമായിട്ടും ചത്തെന്ന് ഉറപ്പുവരുത്തി. ക്യാപ്റ്റൻ, താങ്കളുടെ ലക്ഷ്യം ഒരിക്കലും പിഴക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇസ്മായിൽ മാൻസ്ഫീൽഡ് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതേ സമയം നേരം ഏതാണ്ട് ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ഇവരുടെ കൂടെയുള്ള ബീറ്റേഴ്സിന്റെ ജോലി ആരംഭിക്കുന്നത്. കാടിന്റെ ഉള്ളിലെ സുഖകരമായിട്ടുള്ള തണലിൽ വിശ്രമിക്കുന്ന മൃഗങ്ങളെ ശബ്ദമുണ്ടാക്കി പുറത്തു ചാടിക്കുന്ന അപകടം പിടിച്ച പണിയാണ് ഇത്. വായ കൊണ്ട് അലറുക, മരച്ചില്ലുകളും നിലത്തും മരങ്ങളിലൊക്കെ അടിക്കുക, ചെണ്ട കൂട്ടുക തുടങ്ങിയ പണികളൊക്കെ ചെയ്തിട്ടാണ് ബീറ്റേഴ്സ് മൃഗങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഇതൊന്നും മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ലായിരുന്ന ഈ നമ്മുടെ ചാൾസിന് ഇതെല്ലാം കണ്ട് അമ്പരപ്പാണ് തോന്നിയത്. ഇത്രയും വലിയ ബഹളത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് മൃഗങ്ങളെ കൃത്യമായിട്ട് വെടിവെക്കാൻ സാധിക്കുക എന്നതായിരുന്നു അവന്റെ സംശയം. എന്നാൽ മാൻസ്ഫീൽഡും ലോറിമറും ഒരു വലിയ പാറയുടെ പിന്നിലായിട്ട് ഒളിച്ചിരിക്കുന്നത് കണ്ടിട്ട് ചാൾസ് അവിടേക്ക് ചെന്നു. എടാ ചെറുക്ക, നീ സൂക്ഷിച്ചു നിൽക്ക്. വിരണ്ടോടി വരുന്ന ഏതെങ്കിലും മൃഗത്തിന്റെ മുന്നിൽ പെടാതെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക. മാൻസ്ഫീൽഡ് പറഞ്ഞത് കേട്ടിട്ട് ചാൾസും ഒരു പാറയുടെ വിടവിലേക്ക് കയറി നിന്നു. പൊടുന്നനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പോളിഗർ ഹൗണ്ട് വേട്ട നായ്ക്കള് വല്ലാത്ത രീതിയിൽ കുരയ്ക്കുന്ന ശബ്ദം കേൾപ്പിച്ചു തുടങ്ങി. ഇരയെ കണ്ടെത്തിയതിന്റെ ആവേശമായിരുന്നു ആ ശബ്ദത്തിൽ മുഴങ്ങി നിന്നിരുന്നത്. ആഴമേറിയതും ഘനഗൗരവമുള്ളതായിട്ടുള്ള ആ ശബ്ദം കാടിന്റെ ഏകാന്തതയെ കീറി മുറിച്ചു. അത് കേട്ടതും ലോറിമറുടെ കണ്ണുകൾ തിളങ്ങി. അവന്മാരെ കൃത്യമായിട്ട് മണം പിടിച്ചിട്ടുണ്ട്. അതാ എന്തൊക്കെയോ വരുന്നുണ്ട്. അടുത്ത നിമിഷം കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് എന്തോ ഒന്ന് അവരുടെ നേർക്ക് അതിവേഗം പാഞ്ഞു വന്നു. ചാൾസിന്റെ വിരലുകൾ തോക്കിന്റെ കാഞ്ചിയിൽ മുറുകി. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ അവന് തോന്നി. അടുത്ത സെക്കൻഡിൽ ചെടികൾക്കിടയിൽ നിന്നും ഗാംഭീര്യത്തോടെ തലയുയർത്തിക്കൊണ്ട് വലിയൊരു മ്ലാവ് പുറത്തേക്ക് വന്നു. അതിന്റെ കൊമ്പുകൾ ഒരു കിരീടം പോലെ തലയിൽ ഉയർന്നു നിൽപ്പുണ്ടായിരുന്നു. കാട്ടിലെ ഒരു രാജാവിനെ പോലെ പേടിയേക്കാൾ ഉപരി ഒരുതരം അഹങ്കാരത്തോടെ കൂടിയിട്ടാണ് ആ ഒരു കലമാൻ ആ ഭാഗത്തേക്ക് പാഞ്ഞെടുത്തത്. ഫയർ! ലോറിമർ ഉറക്കെ അലറി. മാൻസ്ഫീൽഡും ചാൾസും ഒരേ സമയമാണ് വെടിവെച്ചത്. രണ്ട് തോക്കളിൽ നിന്നും ഒരേ സമയം തീപ്പൊരികൾ പുറത്തേക്ക് പാഞ്ഞു. പുകപടലങ്ങൾക്കിടയിലൂടെ ചാൾസ് നോക്കുമ്പോൾ കണ്ടത് ആ വലിയ ജീവി മണ്ണില് നിശ്ചലമായി കിടക്കുന്നതാണ്. തന്റെ ആദ്യത്തെ വിജയത്തിന്റെ ആവേശവും ഒപ്പം ആ ജീവിയോട് തോന്നിയ ഒരു തരി സഹതാപവും അവന്റെ മനസ്സിൽ ഒരേ സമയം മിന്നിമറഞ്ഞു. പയ്യൻ തെളിഞ്ഞു വരുന്നുണ്ട്. ലോറിമർ ചാൾസിന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് അവനെ അഭിനന്ദിച്ചു. പക്ഷെ അവർക്ക് ആ വിജയം ആഘോഷിക്കാനായിട്ട് അധികം സമയം ലഭിച്ചില്ല. കാരണം കാടിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് ഇസ്മായിലിന്റെ അപായ സൂചനയുള്ള വിസില് അപ്രതീക്ഷിതമായിട്ട് മുഴങ്ങി. അത് കേട്ടതും മാൻസ്ഫീൽഡിന്റെ മുഖം വീണ്ടും കടുത്ത ഗൗരവത്തിലായി. ഇസ്മായിൽ വെറുതെ വിസിലടിക്കില്ല. ഇതിലും വലിയ എന്തോ ഒന്ന് അവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ വളരെ ഡേഞ്ചറസ് ആയ ഒന്ന്. ഇസ്മായിലിന്റെ വിസിൽ മുഴങ്ങിയതോടെ ആ കൊടുങ്കാടിന്റെ അന്തരീക്ഷം പൂർണ്ണമായും മാറി മറിഞ്ഞു. അതുവരെ മൃഗങ്ങളെ പുറത്തു ചാടിക്കാനായിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്ന ബീറ്റേഴ്സ് പെട്ടെന്ന് അതെല്ലാം നിർത്തിയിട്ട് അനങ്ങാതെ നിന്നു. എന്തോ ഒരു വലിയ വിപത്ത് തങ്ങളെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്ന ഭയം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. പാറക്കെട്ടുകൾക്ക് മുകളിൽ തോക്കുകളുമായിട്ട് നിന്നിരുന്ന മാൻസ്ഫീൽഡും ലോറിമറും പരസ്പരം ഒന്ന് നോക്കി. പെട്ടെന്ന് ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഭൂമിയാകെ വിറപ്പിക്കുന്ന ഒരു ഭയാനകമായ ഒരു ഗർജനം അവിടെ മുഴങ്ങി. അതൊരു സാധാരണ മൃഗത്തിന്റെ ശബ്ദമായിരുന്നില്ല. കാടിന്റെ യഥാർത്ഥ രാജാവിന്റെ സകല ജീവജാലങ്ങളെയും ഭയപ്പെടുത്തുന്ന ഭീകരമായ ഒരു അലർച്ച. ചാൾസേ, ലണ്ടൻ മൃഗശാലയിൽ കൂട്ടിൽ കിടക്കുന്ന ഒരു സാധനത്തെ കണ്ട് ചെറുപ്പത്തിൽ നീ മൂത്രമൊഴിച്ചിട്ടില്ലേ? അവനാണ് ഈ വരുന്നത്. ദ ഗ്രേറ്റ് റോയൽ ബംഗാൾ ടൈഗർ. മാൻസ്ഫീൽഡ് പറഞ്ഞത് കേട്ടിട്ട് ചാൾസിന്റെ സിരകളിലെ രക്തം മുഴുവൻ മരവിച്ചുപോയി. ചെറുക്കാൻ, നീ ഒരു തരി പോലും അനങ്ങരുത്. മാൻസ്ഫീൽഡ് മുന്നിലെ കുറ്റിക്കാടുകളിലേക്ക് നോക്കിക്കൊണ്ട് വളരെ പതുക്കെ പറഞ്ഞു. ഒരു ചെറിയ ശബ്ദം പോലും അതിനെ പ്രകോപിപ്പിക്കും.
തോക്ക് തയ്യാറാക്കി വെക്കുക. പക്ഷെ ഞാൻ പറയാതെ കാഞ്ചി വലിക്കരുത്. അടുത്ത സെക്കൻഡിൽ കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ ശരീരം പതുക്കെ പുറത്തേക്ക് വന്നു. കറുത്ത വരകളുള്ള ആ ഭീമൻ മൃഗം തൻ്റെ ഒരു കാല് മുന്നോട്ട് വെച്ച് ഗാംഭീര്യത്തോടെ അവിടെ നിന്നു. അതിൻ്റെ കണ്ണുകളിലെ ക്രൂരതയും അടങ്ങാത്ത വിശപ്പും തീപ്പൊരി പോലെ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. കാട്ടിലെ ഒരു യഥാർത്ഥ രാജാവിനെ പോലെയായിരുന്നു അവൻ്റെ ഓരോ ചലനവും. മാൻസ്ഫീൽഡ് തൻ്റെ തോക്ക് വളരെ സാവധാനം തോളിലേക്ക് ഉയർത്തിവെച്ചു. കടുവയുടെ ഓരോ ചെറിയ ചലനവും അദ്ദേഹം കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വായുവിലെ അപരിചിതമായിട്ടുള്ള ഗന്ധം തിരിച്ചറിഞ്ഞ കടുവ അടുത്ത നിമിഷം അവർ നിൽക്കുന്ന പാറക്കെട്ടിന് നേർക്ക് തിരിഞ്ഞു. രക്തം മരവിപ്പിക്കുന്ന അലർച്ചയോടെ അവൻ അവർക്ക് നേരെ ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെടുത്തു. അടുത്ത നിമിഷം മാൻസ്ഫീൽഡിന്റെ തോക്ക് ഗർജിച്ചു. വെടിയുണ്ട കൃത്യമായി ആ കടുവയുടെ തോളിൽ തന്നെ തറച്ചു കയറിയെങ്കിലും ആ വന്യജീവിയുടെ വേഗതയോ പകയോ ലെവലേശം കുറഞ്ഞില്ല. മുറിവേറ്റ കടുവയ്ക്ക് 100 ഇരട്ടി കരുത്തുണ്ടാവുമെന്ന് പറയപ്പെടുന്നത് എത്രത്തോളം സത്യമാണെന്ന് ചാൾസ് ആ നിമിഷം തിരിച്ചറിഞ്ഞു. ലോറിമർ ചാൾസിനെ നോക്കി. അടുത്തത് അവന്റെ ഊഴമാണ്. അടുത്ത നിമിഷം കടുവ ഒരിക്കൽ കൂടി വായുവിലേക്ക് ഉയർന്നു ചാടി. ഫയർ! ലോറിമർ സകല ശക്തിയും എടുത്ത് ഉറക്കെ അലറി. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിൽ ചാൾസിലെ യഥാർത്ഥ വേട്ടക്കാരൻ ഉണർന്നു. അവൻ തന്റെ സകല ധൈര്യവും ഏകാഗ്രതയും സംഭരിച്ച് വായുവിലേക്ക് കുതിച്ചുയർന്ന ആ ജീവിയെ ലക്ഷ്യം വെച്ച് കാഞ്ചി വലിച്ചു. ഇത്തവണ അവന് പിഴച്ചില്ല. അവന്റെ തോക്കിൽ നിന്നും ചീറിപ്പാഞ്ഞ വെടിയുണ്ട കടുവയുടെ നെഞ്ചകം തന്നെ പിളർന്ന് ഉള്ളിലേക്ക് കയറി. വലിയൊരു ശബ്ദത്തോടെ കടുവ അവർ നിന്നിരുന്ന പാറക്കെട്ടിന് തൊട്ട് താഴെയായിട്ട് മണ്ണിലേക്ക് പതിച്ചു. എങ്കിലും അവന്റെ ജീവൻ പോയിരുന്നില്ല. മാൻസ്ഫീൽഡ് ഒരു നിമിഷം പോലും വൈകാതെ തന്റെ രണ്ടാമത്തെ വെടിയും ഉതിർത്തു. ഇത്തവണ ആ വെടിയുണ്ട അവന്റെ തലയോട്ടി ഭേദിച്ച് തന്നെ കടന്നുപോയി. ഒരു നിമിഷം അവിടെ ആകെ വല്ലാത്തൊരു മൂകത തളം കെട്ടി നിന്നു. തോക്കുകളിൽ നിന്നും ഉയർന്ന പുകപടലങ്ങൾക്കിടയിലൂടെ ചാൾസ് ആ മൃഗത്തിന്റെ ജഡത്തിലേക്ക് ഒന്ന് നോക്കി. അവൻ അറിയാതെ നിശ്ചലനായി നിന്നുപോയി. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകാൻ അവന് കുറച്ചുകൂടി സമയം വേണ്ടി വന്നു. ഇതേസമയം മാൻസ്ഫീൽഡ് തന്റെ റൈഫിൾ താഴ്ത്തി ചാൾസിന്റെ അരികിലേക്ക് സാവധാനം നടന്നു ചെന്നു. അദ്ദേഹം അവന്റെ തോളില് മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, "കുട്ടാ, നീ ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പതറാതെ വെടിവെക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിന്റെ ആ വെടിയുണ്ടയാണ് ഇന്ന് നമ്മുടെ ജീവൻ രക്ഷിച്ചത്." ലോറിമറും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അഭിനന്ദിച്ചു. ലണ്ടനിൽ നിന്നും വിലയേറിയ ഒരു തോക്കുമായിട്ട് ഇന്ത്യയിലെത്തിയ പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഒരു യുവാവിൽ നിന്നും കാടിന്റെ നിയമങ്ങളും വന്യമൃഗങ്ങളുടെ കരുത്തും അടുത്തറിഞ്ഞ ഒരു യഥാർത്ഥ പോരാളിയായി ചാൾസ് സാവധാനം മാറുകയായിരുന്നു. എന്നാൽ ഇതിന്റെ ഇടയിലാണ് ക്യാപ്റ്റൻ മാൻസ്ഫീൽഡിന് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഡോക്ടർ എവിടെ? കടുവയുമായുള്ള പോരാട്ടത്തിനിടയിൽ ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോഴാണ് താഴ്വരയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് ആ ഭൂമിയാകെ കിടുകിടുക്കുന്ന തരത്തിൽ വലിയൊരു പീരങ്കി പൊട്ടുന്നത് പോലുള്ളൊരു ഭയാനകമായ ശബ്ദം ഉയർന്നു കേട്ടത്. അത് ഡോക്ടറുടെ തോക്കിൽ നിന്നുള്ള ശബ്ദമായിരുന്നു. ചാൾസും മാൻസ്ഫീൽഡും ഒട്ടും സമയം പാഴാക്കാതെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. പാറക്കെട്ടുകളും മുൾപടർപ്പുകളും അതിവേഗം ചാടിക്കടന്ന് അവരൊരു ചെറിയ തുറസായ സ്ഥലത്തെത്തിച്ചേർന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച കണ്ട് ചിരിക്കണോ അതോ കരയണോ എന്ന അവസ്ഥയിലായി അവർ രണ്ടുപേരും. ഡോക്ടർ മക്ഫി നിലത്ത് കുത്തിയിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ വിചിത്രമായ ആ വട്ടത്തൊപ്പി ദൂരെ എവിടെയോ തെറിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖമാകെ പൊടിയും വിയർപ്പും കരിയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴുത്തിലുണ്ടായിരുന്ന ബൈനോക്കുലർ പുറകിലേക്ക് തൂങ്ങിക്കിടപ്പുണ്ട്. എന്നാൽ ഏറ്റവും സങ്കടകരമായ കാര്യം അതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ആ വലിയ തോക്ക് രണ്ടായിട്ട് ഒടിഞ്ഞിട്ട് താഴെ കിടപ്പുണ്ട്. തോക്കിന്റെ തടിയുള്ള പിൻഭാഗം അഥവാ പാത്തി ഒടിഞ്ഞു തൂങ്ങിക്കിടപ്പുണ്ട്. ഇരുമ്പ് കൊണ്ടുള്ള ബാരല് ആകെ വളഞ്ഞാണ് ഇരിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട തോക്കിന്റെ ഈ ഗതികേട് കണ്ടിട്ട് ഡോക്ടർ പല്ലിറുമ്പിക്കൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് സങ്കടത്തെക്കാൾ ഉപരി വല്ലാത്തൊരു ദേഷ്യമാണ് ഉണ്ടായിരുന്നത്. "ഡോക്ടറെ, എന്തു പറ്റി? ഞങ്ങളെ കൂടാതെ വല്ല യുദ്ധവും ഒറ്റയ്ക്ക് പോരാടിയിട്ട് വിജയിച്ചോ?" തന്റെ ചിരിയടക്കാൻ പെടാപ്പാട് പെട്ടുകൊണ്ടാണ് ചാൾസ് അത് ചോദിച്ചത്. "അതേടാ ചെറുക്ക, യുദ്ധം തന്നെയായിരുന്നു. എവിടെ നിന്നോ വന്ന ഒരു വൃത്തികെട്ട കാട്ടുപന്നി എന്റെ നേർക്ക് കൊടുങ്കാറ്റ് പോലെയാണ് പാഞ്ഞു വന്നത്. ഞാൻ വേഗത്തിൽ കാഞ്ചി വലിച്ചു. പക്ഷെ ഈ പൊട്ടത്തോക്ക് ആ പന്നിയെ കൊല്ലുന്നതിന് പകരം എന്നെ തന്നെ കൊല്ലാനാണ് നോക്കിയത്. തോക്കിന്റെ ശക്തമായിട്ടുള്ള റീകോയിലാണ് ഡോക്ടറെ വീഴ്ത്തിക്കളഞ്ഞത്. തെറിച്ചുപോയ ആ പഴയ തോക്ക് ഒരു പാറയിൽ ചെന്ന് വീഴുകയും അതിന്റെ മുകളിലേക്ക് ഡോക്ടറും കൂടി വീണതോടെ അത് രണ്ടായിട്ട് ഒടിയുകയും ചെയ്തു. സാരമില്ല, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. തോക്ക് നമുക്ക് വേറെ സംഘടിപ്പിക്കാം. അല്ല, ആ കാട്ടുപന്നി എങ്ങോട്ട് പോയി? അത് അലറിക്കൊണ്ട് ആ കുറ്റിക്കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അവന് പണി കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്." അത് കേട്ട് തന്റെ കത്തിയും ഊരി പിടിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിൽ തെറിഞ്ഞ ഇസ്മായിൽ ഖാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ഡോക്ടറുടെ ഉന്നം കൃത്യമാണ്. പന്നി ഇവിടെ ചത്തു കിടപ്പുണ്ട്." അത് കേട്ടതോടെ ഡോക്ടറുടെ സങ്കടം മാറിയിട്ട് പകരം ആ മുഖത്ത് അഹംഭാവം വന്നു നിറഞ്ഞു. "കണ്ടില്ലേ, മക്ഫി വെടിവെച്ചാൽ അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിരിക്കും." ഇതേ സമയം സൂര്യൻ പതിയെ പടിഞ്ഞാറൻ മലനിരകൾക്ക് പിന്നിലേക്ക് മറയുവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാടിന്റെ ഇരുള് വീണ്ടും ആ താഴ്വരയെ മൂടാൻ തുടങ്ങിയതോടെ അവർ തങ്ങളുടെ താൽക്കാലിക കൂടാരങ്ങളിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. കാട്ടിലെ ആ ഒരു ദിവസത്തെ അനുഭവങ്ങൾ അവരെ ശാരീരികമായിട്ട് വല്ലാതെ ക്ഷീണിതരാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ വിജയത്തിന്റെ വലിയൊരു സംതൃപ്തിയായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രിയുടെ അന്ധകാരത്തിൽ കൂടാരത്തിന് മുന്നിൽ ആളിക്കത്തുന്ന തീക്കുണ്ടത്തിന് ചുറ്റുമിരുന്ന്
അവരന്നത്തെ വിശേഷങ്ങൾ പങ്കുവച്ചു. മാനിറച്ചിയും ചൂടുള്ള കാപ്പിയും കിട്ടിയതോടെ അവരുടെ ക്ഷീണമൊക്കെ മാറി. ഇതേ സമയം പുറത്ത് കാറ്റ് വീശുന്നതിനൊപ്പം തന്നെ ദൂരെ എവിടെയോ വലിയൊരു വന്യമൃഗത്തിന്റെ ഭയാനകമായ മുരൾച്ച കൂടി കേൾക്കാമായിരുന്നു. അത് കേട്ടപ്പോൾ മാൻസ്ഫീൽഡ് ചാൾസിനെ നോക്കി അർദ്ധഗർഭമായിട്ടൊന്ന് ചിരിച്ചു. ചാൾസേ, റെഡിയായിട്ടിരുന്നു. നാളെ രാവിലെ നമ്മൾ പോകുന്നത് ആ മുരൾച്ചയുടെ ഉടമയെ തേടിയാണ്. ചാൾസ് ആകാശത്തേക്ക് നോക്കി. നക്ഷത്രങ്ങൾ ഒരു മേലാപ്പ് പോലെ തിളങ്ങി നിൽക്കുന്നു. ലണ്ടനിലെ തിരക്കുകളിൽ നിന്ന് എത്രയോ അകലെ ഈ കൊടുങ്കാടിന്റെ വന്യതയിൽ അവൻ വല്ലാതെ രസിച്ചു തുടങ്ങിയിരുന്നു. തന്റെ സിരകളിലെ രക്തം കൂടുതൽ വേഗത്തിൽ ഒഴുകുന്നതായിട്ട് അവന് തോന്നി. നാളെ പുതിയൊരു വേട്ടയാണ്. നേരം പുലർന്നു തുടങ്ങിയിട്ടില്ല. വല്ലാത്തൊരു തണുത്ത കാറ്റ് വീശിയതോടെ താഴ്വരയാകെ ഒന്ന് കുളിരി പോരി. രാത്രിയിലെ തീക്കുണ്ടങ്ങൾ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. കൂടാരങ്ങൾക്ക് മുന്നിൽ കെട്ടിയിട്ടിരുന്ന കുതിരകൾ ഉറക്കം തൂങ്ങി തല താഴ്ത്തി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ക്യാപ്റ്റൻ മാൻസ്ഫീൽഡിന്റെ ഘനഗൗരവമുള്ള ശബ്ദം ഉയർന്നു. എല്ലാവരും എഴുന്നേൽക്ക്, വേട്ടയ്ക്കുള്ള സമയമായി. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമുക്ക് കാട്ടുപോത്തുകളുടെ അരികിൽ എത്തണം. അത് കേട്ടതോടെ ചാൾസും ഡോക്ടർ മക്ഫിയും വേഗത്തിൽ എഴുന്നേറ്റ് വേട്ടയ്ക്ക് തയ്യാറായി. മക്ഫി തലേന്ന് തകർന്ന തന്റെ തോക്കിന് പകരം മാൻസ്ഫീൽഡിന്റെ പഴയ ഒരു വലിയ ഇരട്ടക്കുള്ള തോക്കാണ് കയ്യിലെടുത്തത്. ഇത്തവണ അവരുടെ വഴികാട്ടിയായിട്ട് പുതിയൊരു വേട്ടക്കാരനാണ്, നാട്ടുകാരനായിട്ടുള്ള പുതിയൊരാളാണ് എത്തിയിരിക്കുന്നത്. കാമ. സിദ്ധി വംശജനായ ആഫ്രിക്കൻ പാരമ്പര്യമുള്ള ഒരു വൃദ്ധനായിരുന്നു കാമ. തെക്ക് കിഴക്കേ ആഫ്രിക്കയിലെ ബാൻഡു വംശത്തിൽപ്പെട്ട ഇവരെ ഏകദേശം 7-ാം നൂറ്റാണ്ടിലും പിന്നീട് 16-ാം നൂറ്റാണ്ടിലും അറബ്, പോർച്ചുഗീസ് കച്ചവടക്കാര് അടിമകളായും സൈനികരായും സഹായികളും ഒക്കെ ആയിട്ട് ഇന്ത്യയിൽ എത്തിച്ചതാണ്. ഇവരിൽപ്പെട്ട മാലിക് അംബർ എന്നൊരാള് ഇന്ത്യയിലെ രാജാവ് വരെയും ആയിട്ടുണ്ട്. എന്നാൽ ഇക്കൂട്ടത്തിൽപ്പെട്ട ഒരു വേട്ടക്കാരനെ ഇപ്പോഴാണ് കാണുന്നത്. കാട്ടുപോത്തുകളെ പിന്തുടർന്ന് വേട്ടയാടുന്നതിൽ മിടുക്കനാണ് കാമ. അങ്ങനെ അദ്ദേഹത്തിന്റെ പുറകെ അവർ അന്നത്തെ യാത്ര ആരംഭിച്ചു. വലിയ മുളങ്കാടുകൾക്കിടയിലൂടെ ഉണങ്ങിയ ഇലകളിൽ പോലും ചവിട്ടാതെ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെയാണ് അവർ ഒരു നിഴൽ പോലെ മുന്നോട്ട് നീങ്ങിയത്. കാട്ടുപോത്തുകൾക്ക് വളരെ മികച്ച ഘ്രാണശേഷിയും കേൾവിശക്തിയുമുണ്ട്. അതിനാൽ കാറ്റിന്റെ ഗതിക്ക് വിപരീതമായിട്ടാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. അല്പദൂരം ചെന്നപ്പോഴേക്കും കാമ പെട്ടെന്ന് ഒരു കൽപ്രതിമ പോലെ നിന്നു. അദ്ദേഹം നിലത്തേക്ക് നോക്കി എന്തോ ഒന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. വലിയ കുളമ്പുകളുള്ള പുതിയ കാൽപ്പാടുകൾ ആ നനഞ്ഞ മണ്ണില് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അവ ഇവിടെ തന്നെയുണ്ട്, അധികം ദൂരത്തല്ല. കാമ ശബ്ദം താഴ്ത്തി പറഞ്ഞു. മാൻസ്ഫീൽഡ് ചാൾസിനെ നോക്കി ആംഗ്യം കാണിച്ചു. അവർ തങ്ങളുടെ തോക്കുകൾ നിറച്ച് എന്തിനും തയ്യാറായി. മുന്നോട്ട് പോകുന്തോറും കാടിന്റെ ഇരുട്ട് കൂടിക്കൂടി വരികയായിരുന്നു. പെട്ടെന്ന് കുറ്റിക്കാടുകൾക്കിടയിലെ ഇരുണ്ട ഭാഗത്ത് വലിയൊരു കറുത്ത രൂപം അനങ്ങുന്നത് അവരുടെ കണ്ണിൽപ്പെട്ടു. കറുത്ത പരുക്കൻ രോമങ്ങളും മാംസപേശികൾ നിറഞ്ഞ വലിയ ശരീരവും ആരെയും ഭയപ്പെടുത്തുന്ന കൂർത്ത വലിയ കൊമ്പുകളും അതിനുണ്ടായിരുന്നു. കാട്ടിലെ ഏറ്റവും അപകടം പിടിച്ച ജീവികളിൽ ഒന്ന് കാട്ടുപോത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ ഗോർ. ആ ഭീമൻ ജീവി ഇതിനോടകം തന്നെ അവരെ കണ്ടു കഴിഞ്ഞിരുന്നു. അത് ഗാംഭീര്യത്തോടെ തലയുയർത്തി വലിയൊരു മൂളലോടെ തന്റെ മുൻകാൽ നിലത്തേക്ക് ആഞ്ഞ് ചവിട്ടി. മാൻസ്ഫീൽഡിന്റെ റൈഫിള് ഇതിനോടകം തന്നെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞിരുന്നു. കാടിനെ നടുക്കിക്കൊണ്ട് വലിയൊരു വെടിയുച്ച അവിടെ മുഴങ്ങി. കൃത്യം മുൻകാലിന് പിന്നിലായിട്ടാണ് ആ വെടിയുണ്ട തറച്ചു കയറിയത്. കാട്ടുപോത്ത് വേദന കൊണ്ട് പുളഞ്ഞു. എങ്കിലും അത് വീണില്ല. പകരം കൂടുതൽ കോപത്തോടെ അവരെ ലക്ഷ്യമാക്കി തിരിയുകയാണ് ചെയ്തത്. രണ്ടാമത്തെ വെടി ഉതിർക്കാനായിട്ട് മാൻസ്ഫീൽഡിന് സമയമുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ കാട്ടുപോത്ത് അവരെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. ഫയർ! മാൻസ്ഫീൽഡ് ഒരിക്കൽ കൂടി അലറി. ചാൾസ് തന്റെ റൈഫിൾ ഉയർത്തി കാഞ്ചി വലിച്ചു. എന്നാൽ ആ വെടിയുണ്ട കാട്ടുപോത്തിന്റെ കട്ടിയുള്ള തലയോട്ടയിലെ ചെറിയ പോറൽ മാത്രമാണ് ഏൽപ്പിച്ചത്. അത് ആ ജീവിയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അത് ചാൾസിനെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലനായി നിന്നുപോയി. രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. മരണത്തെ മുഖാമുഖം കാണുന്ന ആ നിമിഷം പെട്ടെന്ന് അവരുടെ പിന്നിൽ നിന്നും മറ്റൊരു വലിയ ശബ്ദം കേട്ടു. അതൊരു തോക്കിന്റെ ശബ്ദമായിരുന്നില്ല. പകരം ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ കുറച്ചുകൊണ്ട് പാഞ്ഞു വരുന്ന ശബ്ദമായിരുന്നു അത്. ആ കാട്ടുപോത്തിനെ തന്നെ ലക്ഷ്യമാക്കിയാണ് അവരും വരുന്നത്. അത് കണ്ടതോടെ ചാൾസിനെ ആക്രമിക്കാമെന്ന കാട്ടുപോത്ത് പെട്ടെന്ന് നിന്നു. അവന് പുതിയ ശത്രുക്കളെ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ആ ചെറിയ ഇടവേള മാൻസ്ഫീൽഡ് മുതലാക്കി. അദ്ദേഹം തന്റെ റൈഫിളിലെ വേഗത്തിൽ തിരനിറച്ചു. ഇത്തവണ ലക്ഷ്യം കൃത്യമായിരുന്നു. വലിയൊരു ശബ്ദത്തോടെ അത് നിലത്തേക്ക് മറിഞ്ഞു വീണു. ചാൾസ് ഇപ്രാവശ്യം ഇഞ്ചോടിഞ്ചാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഓർക്കുക, ഒരു വേട്ട നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു കുറച്ച് മൃഗങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നു. അന്നത്തെ കാലത്തെ നീലഗിരിയിലെ മൃഗങ്ങളുടെ ബാഹുല്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാട്ടുപോത്തുമായിട്ടുള്ള ആ പോരാട്ടത്തിന് ശേഷം, ആ മരണ പോരാട്ടത്തിന് ശേഷം ചാൾസിന്റെ മനസ്സ് വല്ലാതെ തളർന്നുപോയി. ലണ്ടനിലെ സുരക്ഷിതമായിട്ടുള്ള തെരുവിൽ നിന്നും വന്ന് ഇന്ത്യയിലെ ഈ കൊടുങ്കാട്ടിൽ ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കാണേണ്ടി വരുന്നത് അവനിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഭയത്തെക്കാൾ ഉപരി കാടിന്റെ നിഗൂഢതകൾ അറിയാനുള്ള വല്ലാത്തൊരാവേശം അവനിൽ പതുക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാട്ടുപോത്തിനെ വേട്ടയാടിയതിന്റെ ക്ഷീണം കൂടാരങ്ങളിൽ വിശ്രമിക്കുന്ന ആ വേട്ടക്കാരുടെ മുഖങ്ങളിൽ പ്രകടമായിരുന്നുവെങ്കിലും അവരുടെ ഉള്ളിലെ നായാട്ടിന്റെ ആവേശം ഒട്ടും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ അടുത്ത ലക്ഷ്യം കാട്ടിലെ ഏറ്റവും വിചിത്രവും എന്നാൽ അപകടകാരിയുമായിട്ടുള്ള മറ്റൊരു ജീവിയെ നേടുക എന്നതായിരുന്നു. കരടി. നീലഗിരി മലകളിലെ പാറക്കെട്ടുകൾ നിറഞ്ഞ ദുർഘടമായ പ്രദേശങ്ങളിലാണ്
ഇവ കൂടുതലും കാണപ്പെടുന്നത്. ഇന്ത്യൻ സ്ലോത്ത് ബെയർ അഥവാ തേങ്കരടി എന്നറിയപ്പെടുന്ന ഈ കറുത്ത കരടികൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ പാവങ്ങളാണ് എന്നൊക്കെ തോന്നാമെങ്കിലും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ കാട്ടിലെ ഏറ്റവും വലിയ കൊലയാളികളായി ഇവ മാറും. ഇവിടെ കണ്ണും കാതും ഒക്കെ അല്പം മോശമാണെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഘ്രാണശേഷിയുള്ള മൃഗങ്ങളിൽ ഒന്നാണ് ഇവ. മണ്ണിനടിയിലുള്ള ചിതലുകൾ, ഉറുമ്പുകൾ ഇതൊക്കെ വാസനയിലൂടെ അവ കൃത്യമായിട്ട് കണ്ടെത്തും. സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ക്യാപ്റ്റൻ മാൻസ്ഫീൽഡും ചാൾസും കാമയും പാറക്കെട്ടുകൾ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയിരുന്നു. വലിയ ഗുഹകളും കുറ്റിക്കാടുകളും ഒക്കെ നിറഞ്ഞ ആ പ്രദേശം വല്ലാത്തൊരു ഭയാനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ഓരോ ചൂട് വെക്കുമ്പോഴും അവർ വളരെയധികം ശ്രദ്ധിച്ചു. ഉടനെ കാമ നിശ്ചലനായി നിന്നു. ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്നും പരുക്കനായ ഒരുതരം മുരൾച്ച കേൾക്കാമായിരുന്നു. ആരെങ്കിലും തങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നു വരുന്നത് കരടികൾക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. മാൻസ്ഫീൽഡ് തന്റെ തോക്ക് തയ്യാറാക്കി പിടിച്ചു. ചാൾസും ശ്വാസം അടക്കിയാണ് നിന്നിരുന്നത്. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗുഹയുടെ ഇരുട്ടിൽ നിന്നും കൂറ്റിനൊരു കരടി കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പാഞ്ഞു വന്നു. ആർക്കും പ്രതികരിക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഏറ്റവും മുന്നിൽ നിന്നിരുന്ന കാമയുടെ മേലേക്ക് ചാടി വീണു. അവന്റെ കൂർത്ത നഖങ്ങള് ആ പാവം വൃദ്ധന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. കാമ വേദന കൊണ്ട് അലറി. എന്നാൽ ഈ സമയത്തും ഒരു യഥാർത്ഥ പോരാളിയെ പോലെ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് അതിനെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തന്റെ വിശ്വസ്തനായിട്ടുള്ള കാമയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ മാൻസ്ഫീൽഡ് ഒട്ടും സമയം പാഴാക്കിയില്ല. കരടിയുടെയും കാമയുടെയും ശരീരങ്ങളെ കെട്ടുപണിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ വെടിവെക്കുന്നത് അപകടം പിടിച്ച പണിയാണ്. എങ്കിലും തന്റെ തോക്കിന്റെ ഉന്നത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന ആ വേട്ടക്കാരൻ കൃത്യമായിട്ട് തന്നെ കരടിയുടെ തല തന്നെ നോക്കി ലക്ഷ്യമാക്കി കാഞ്ചി വലിച്ചു. അടുത്ത നിമിഷം കാടിനെ വിറപ്പിച്ചുകൊണ്ട് ആ കരടി കാമയുടെ ദേഹത്തു നിന്നും താഴേക്ക് വീണു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാമയെ അവർ അതിവേഗം കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ മക്ഫി അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു രോഗിയെ, അതും കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാളെ കിട്ടിയെന്ന് അറിഞ്ഞിട്ട് ഡോക്ടർക്ക് വല്ലാത്തൊരു ആവേശമായിരുന്നു. തന്റെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അടങ്ങിയ ആ പെട്ടി അദ്ദേഹം വളരെ ഗാംഭീര്യത്തോടെ തുറന്നു വെച്ചു. കത്തിയും കത്രികളും പഞ്ഞിയും മരുന്നുകളും മേശപ്പുറത്ത് നിരത്തി അങ്ങ് വെച്ചു. തന്റെ കോട്ടിന്റെ കൈകൾ മുകളിലേക്ക് മടക്കി വെച്ചുകൊണ്ട് വലിയൊരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്ന പോലെ അദ്ദേഹം നിന്നു. എന്നാൽ തിളങ്ങുന്ന ആയുധങ്ങളും ഡോക്ടറുടെ മുഖഭാവവും കണ്ട കാമയുടെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചു. കരടിയേക്കാൾ വലിയ അപകടമാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്നായിരുന്നു കാമയ്ക്ക് തോന്നിയത്. ഭയന്നു പോയ ആ പാവം ഡോക്ടർ അടുത്തേക്ക് വന്ന ഉടനെ പിന്നിലേക്ക് മാറി നിന്നു. മാൻസ്ഫീൽഡിനും ചാൾസിനും ആ കാഴ്ച കണ്ട് തങ്ങളുടെ ചിരി അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. കാമ ഒരു കടുവയെ പോലെയാണ് ഡോക്ടറെ രൂക്ഷമായിട്ട് തുറച്ചു നോക്കിയത്. അദ്ദേഹം തന്റെ നായാട്ട് കത്തിയുടെ പിടിയിൽ മുറുകെ പിടിച്ചു. തന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കരടിയോട് പോരാടിയ അതേ വീറോടെ ഡോക്ടറെ നേടാൻ തന്നെയായിരുന്നു കാമയുടെ ഭാവം. ഡോക്ടർ തന്റെ കയ്യിലുള്ള കത്തികൾ ഉപയോഗിച്ച് തന്റെ കൈയോ കാലോ മുറിച്ചു മാറ്റുമെന്നാണ് കാമ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ രംഗം കണ്ടിട്ട് ക്യാപ്റ്റൻ മാൻസ്ഫീൽഡിന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇടപെട്ടു. കാമ, നീ പേടിക്കാതെ. ഡോക്ടർ മക്ഫി നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ആളല്ല. ആ കരടിയുടെ നഖങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ മുറിവുകൾ ഉണക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരുന്നുകൾ നിങ്ങളുടെ വേദന കുറയ്ക്കും. അതുകൊണ്ട് ആ കത്തി ഒന്ന് അകത്തേക്ക് വെക്കും. ക്യാപ്റ്റന്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന ആ വേട്ടക്കാരൻ പതുക്കെ തന്റെ കത്തി തിരികെ വെച്ചു. എങ്കിലും ഡോക്ടറെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് അനുവദിച്ചില്ല. ഡോക്ടർ മക്ഫി വളരെ ശ്രദ്ധയോടെ കാമയുടെ മുറിവുകൾ വൃത്തിയാക്കുവാനും മരുന്ന് പുരട്ടി കെട്ടുവാനും തുടങ്ങി. കാമയുടെ ശരീരത്തിലെ മുറിവുകൾ ആഴത്തിലുള്ളതായിരുന്നു. എങ്കിലും അയാൾ പൂർണ്ണമായും സുഖപ്പെടുമെന്ന് ഡോക്ടർക്ക് അറിയാമായിരുന്നു. ഇതേസമയം പുറത്ത് അതുവരെയും ശാന്തമായിരുന്ന ആകാശം കറുത്തിരുണ്ടു. ദൂരെ നിന്നും കൊടുങ്കാറ്റിന്റെ വലിയ ഇരമ്പല് കേട്ടു തുടങ്ങി. പെട്ടെന്ന് ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് വലിയൊരു മിന്നൽ പിണ്ഡം താഴേക്ക് പതിച്ചു. തൊട്ടു പിന്നാലെ കാതടുപ്പിക്കുന്ന ശബ്ദത്തോടെ ഇടിമുഴുക്കവും ഉണ്ടായി. വലിയൊരു പേമാരി ആ കാടിനെ ഒന്നാകെ വിഴുങ്ങുവാൻ തുടങ്ങുകയായിരുന്നു. ഇന്ത്യയിലെ മഴയുടെയും കാറ്റിന്റെയും ഭയാനകമായ രൂപം ചാൾസ് ആദ്യമായി കാണുകയാണ്. പ്രകൃതിയുടെ ഈ ഭയാനകവും എന്നാൽ അതിമനോഹരവുമായ രൂപം കണ്ട് ചാൾസ് കൂടാരത്തിന് പുറത്തു തന്നെ നിന്നുപോയി. ലോകം മുഴുവൻ തകർന്ന് ഇല്ലാതാകാൻ പോവുകയാണോ എന്ന് പോലും അവന് തോന്നി. എന്നാൽ ഡോക്ടർ മക്ഫി ഇത്തരം മഴയും കാറ്റും ഇന്ത്യയിൽ ഒരുപാട് കണ്ടു ശീലിച്ച ആളായിരുന്നു. അദ്ദേഹം കൂടാരത്തിന്റെ ഉള്ളിൽ വളരെ സുരക്ഷിതനായി ഇരുന്നുകൊണ്ട് ഒരു ചൂടുള്ള കാപ്പി കുടിക്കാനായിട്ട് തുടങ്ങി. ചാൾസെ, മഴ നനയാതെ അകത്തേക്ക് കയറുക. വെറുതെ പനി പിടിപ്പിക്കാതെ ചൂടുള്ളത് എന്തെങ്കിലും കഴിക്കുക. ഇവിടെ നല്ല ചൂടുള്ള മാനിറച്ചിയും തിളച്ചു മറിയുന്ന കാപ്പിയും കുടിക്കാനായിട്ട് മദ്യവും ഇരിപ്പുണ്ട്. നാളെ നീ പനി പിടിച്ച് ചത്തുപോയാൽ നിന്റെ സുന്ദരിയായിട്ടുള്ള മിസ് കേറ്റിനോട് ഞാൻ എന്ത് മറുപടി പറയും? കേറ്റിന്റെ പേര് കേട്ടതും ചാൾസ് വേഗത്തിൽ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് കയറി. നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവരൊരുമിച്ച് ആ ചൂടുള്ള ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ഇതേസമയം പുറത്ത് പ്രകൃതി അതിഘോരമായിട്ട് തന്നെ തകർത്താടുന്നുണ്ടായിരുന്നു. കാറ്റും മഴയും അവരുടെ കൂടാരത്തെ തന്നെ പിടിച്ചു കുലുക്കി. എങ്കിലും അവര് അതിന്റെ ഉള്ളിൽ സുരക്ഷിതരായിരുന്നു. കാട്ടിലെ ആ ഭയാനകമായ രാത്രിയിൽ സുഖകരമായ ഒരു ഉറക്കം തന്നെ അവർക്ക് ലഭിച്ചു. പിറ്റേന്ന് പ്രഭാതം. തലേന്ന് പെയ്ത മഴ കാടിനെയാകെ കഴുകി വൃത്തിയാക്കിയതുപോലെയാണ് തോന്നിയത്. ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളികളിൽ സൂര്യപ്രകാശം തട്ടിത്തിളങ്ങി. അന്ന് അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. തലേ ദിവസം രാത്രിയിൽ ഒരു കടുവ ആ പരിസരത്ത് വന്നതായിട്ട് കാമ അവർക്ക് വിവരം നൽകിയിരുന്നു. അങ്ങനെ വിദഗ്ധനായ ആ പഴയ വേട്ടക്കാരന്റെ പിന്നാലെ അവർ കാടിന്റെ ഏറ്റവും ഉള്ളറകളിലേക്ക് നീങ്ങി. വലിയ പുല്ലുകൾ നിറഞ്ഞ ഒരു താഴ്വരയിലാണ് അവർ എത്തിച്ചേർന്നത്. പെട്ടെന്ന് മാൻസ്ഫീൽഡിന്റെ മുഖത്ത് ഒരു ഗാംഭീര്യം നിറഞ്ഞു. അദ്ദേഹം തന്റെ റൈഫിൾ മുറുകെ പിടിച്ചു. കാമ,
ആ പുല്ലുകൾക്കിടയിൽ അവൻ ഉണ്ടോ എന്ന് നോക്ക്. പിള്ളേരെ, നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കുക. പെട്ടെന്ന് ആ പുല്ലുകൾക്കിടയിൽ നിന്നും വളരെ പരുക്കനായ ഒരു മുരൾച്ച അവർ കേട്ടു. അതോടൊപ്പം ഒരു വാല് ദേഷ്യത്തോടെ നിലത്തിട്ടടിക്കുന്ന ഒരു ശബ്ദവും. കടുവ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവനെ വ്യക്തമായി കാണാതെ ആരും വെടിവെക്കരുത്, മാൻസ്ഫീൽഡ് തന്റെ ആളുകളോട് പറഞ്ഞു. ഇത് കേട്ടതോടെ ഡോക്ടർ മക്ഫിയുടെ പല്ലുകൾ കൂട്ടിയിരിക്കുവാൻ തുടങ്ങി. ഭയം കൊണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ചാൾസിന്റെ മുഖവും വിളറിയെങ്കിലും അവൻ തന്റെ തോക്കിൽ മുറുകെ പിടിച്ചു. എന്ത് വന്നാലും നേടാനായിട്ട് അവൻ തയ്യാറായിരുന്നു. പെട്ടെന്ന് ഉണങ്ങിയ പുലികൾക്കിടയിലൂടെ ഭാരമുള്ള എന്തോ ഒന്ന് ഇഴഞ്ഞു വരുന്ന ശബ്ദം അവർ കേട്ടു. കടുവ തന്റെ ഇരകളുടെ മേൽ ചാടി വീഴാനുള്ള ദൂരത്തേക്ക് പതുങ്ങി പതുങ്ങി ഇഴഞ്ഞു വരികയാണ്. അതൊരു ഭയാനകമായ നിമിഷമായിരുന്നു. ഓരോരുത്തരുടെയും ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ. എന്നാൽ മാൻസ്ഫീൽഡിന്റെ മുഖത്ത് യാതൊരു ഭയവുമില്ലായിരുന്നു. അപകടം അടുക്കും തോറും അദ്ദേഹത്തിന്റെ ധൈര്യം വർദ്ധിച്ചു വരികയാണോ എന്ന് പോലും തോന്നിപ്പോകും. പുലികൾക്കിടയിലെ അനക്കം പെട്ടെന്ന് നിന്നു. അവൻ വാല് നിലത്തിട്ടടിക്കുന്ന ഭയാനകമായ ശബ്ദം വീണ്ടും ഒരിക്കൽ കൂടി കേട്ടു. കടുവ ചാടുവാൻ തയ്യാറായി കഴിഞ്ഞു. ആ നിമിഷം അന്തരീക്ഷത്തെ നടുക്കിക്കൊണ്ട് ഒരു ഭീകര ഗർജനം അവിടെ മുഴങ്ങി. പുല്ലുകൾക്കിടയിൽ നിന്നും ഒരു മിന്നൽ പിണർ പോലെ ആ കൂറ്റൻ കടുവ വായുവിലേക്ക് കുതിച്ചുയർന്നു. ഫയർ! മാൻസ്ഫീൽഡിന്റെയും ചാൾസിന്റെയും തോക്കുകൾ ഒരേ സമയം ഗർജിച്ചു. വെടിയുണ്ടകൾ ചീർപ്പാഞ്ഞു. ഉയർന്നു പൊങ്ങിയ പുകയുടെയും പൊടിയുടെയും ഇടയിലൂടെ കടുവയുടെ വലിയ ശരീരം വായുവിൽ ഒന്ന് ഉലയുന്നത് അവർ കണ്ടു. എങ്കിലും അവന്റെ ചാട്ടത്തിന്റെ വേഗത ലെവലേശം കുറഞ്ഞിരുന്നില്ല. കടുവ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് വന്ന് നിലംപതിച്ചത്. ഭയന്നുപോയ എല്ലാവരും പുറകിലേക്ക് ചാടുകയും ചെയ്തു. നിലത്ത് വീണ കടുവയുടെ വാലെന്ന് അനങ്ങി. പിന്നെ അത് നിശ്ചലമായി. ആ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഡോക്ടർ മക്ഫി തന്റെ തൊപ്പി നേരെയാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെ ഭയം മാറി വീണ്ടും പഴയ അഹംഭാവം സ്ഥാനം പിടിച്ചു. ഇവൻ എന്നെ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ എന്റെ സമയമായിട്ടില്ല. ഇത് കേട്ട് മാൻസ്ഫീൽഡ് ചിരിച്ചുകൊണ്ട് തൂക്ക് താഴ്ത്തി. ഡോക്ടറെ, താങ്കളുടെ സമയം മാത്രമല്ല, നമ്മുടെ ആരുടെയും സമയമായിട്ടില്ല. ചാൾസേ, നിന്റെ ഉന്നം തെറ്റിയില്ല. നീ വെച്ച വെടിയും ഇവന്റെ ശരീരത്തിൽ കൊണ്ടിട്ടുണ്ട്. ഇനി സമയം കളയാനില്ല. കാമ, ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്യാമ്പിൽ എത്തണം. നീ ഇതിന്റെ തോലെടുക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യും. എന്നാൽ കാമ തോലെടുക്കുന്നതിന് മുമ്പ് അതിന്റെ മീശരോമം, ആ കടുവയുടെ മീശരോമം കത്തിക്കുകയാണ് ചെയ്തത്. കാമ ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം അതിക്രൂരമായ പഴയ ഒരു കൊലപാതക രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കടുവയുടെ മീശരോമങ്ങൾ വളരെ കട്ടിയുള്ളതും അപകടം പിടിച്ചതുമാണ് എന്നുള്ള വിശ്വാസം അക്കാലത്ത് ഇന്ത്യയിലെമ്പാടും ഉണ്ടായിരുന്നു. ഈ രോമങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ട് പീസുകളായിട്ട് മുറിച്ചിട്ട് ശത്രുക്കളുടെ ഭക്ഷണത്തിൽ കലർത്തി നൽകി കഴിഞ്ഞാൽ അത് കുടലില് ചില്ല് കഷ്ണം പോലെ തുളച്ചു കയറി ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കി അതിദാരുണമായ മരണം സംഭവിക്കുമെന്നൊക്കെയാണ് കരുതപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ദുഷ്ടലാക്കുള്ള ആരെങ്കിലും ഈ രോമങ്ങൾ മോഷ്ടിച്ച് കൊടും പാതകങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേട്ടയാടി ഉടൻ തന്നെ അവ കത്തിച്ച് കളയുക എന്നത് അക്കാലത്ത് കാട്ടിലെ ഒരു അലിഖിത നിയമമായിരുന്നു. മരണശേഷവും വേട്ടക്കാരനെ തേടി വരുന്ന കടുവയുടെ ആത്മാവിനെ കുറിച്ചുള്ള ഭയമായിരുന്നു മറ്റൊരു പ്രധാന കാരണം. കാടിന്റെ രാജാവായ കടുവയ്ക്ക് അതിന്റെ മീശരോമങ്ങളിലൂടെയാണ് ചുറ്റുപാടുകളെ കുറിച്ചുള്ള അറിവും ദിശാബോധവും ഇരകളുടെ സാന്നിധ്യവും തിരിച്ചറിയാൻ കഴിയുന്നത് എന്നുള്ള സത്യം ഇന്ത്യൻ വേട്ടക്കാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് വെടിയേറ്റ് വീഴുന്ന മൃഗത്തിന്റെ ആത്മാവ് പ്രതികാരദാഹിയായിട്ട് വേട്ടക്കാരനെ തേടി വരാതിരിക്കുവാൻ അവര് ആ മീശ കത്തിച്ചു കളയുമായിരുന്നു. മീശ നഷ്ടപ്പെട്ടാൽ പിന്നെ ആത്മാവിനെ അന്ധത ബാധിക്കുമെന്നും വേട്ടക്കാരന്റെ ഗന്ധം തിരിച്ചറിഞ്ഞിട്ട് അവന് പിന്തുടരാനായിട്ട് കഴിയില്ല എന്നും ഒക്കെ ആളുകൾ അക്കാലത്ത് ഉറച്ചു കരുതിയിരുന്നു. അന്നത്തെ കടുവ വേട്ടയ്ക്ക് ശേഷം അവർ തിരികെ നടന്ന് കൂടാരത്തിന്റെ അരികിൽ എത്താറായി കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് വിചിത്രമായിട്ടുള്ളൊരു ശബ്ദം അവർ കേട്ടു. അതൊരു മനുഷ്യന്റെ കരച്ചിലല്ലേ? മാൻസ്ഫീൽഡ് കൈ കൊടുത്ത് എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി. അതൊരു സ്ത്രീയുടെ കരച്ചിലായിരുന്നു. ഈ ഘോരവനത്തിൽ ഒരു സ്ത്രീ എന്തിനു കരയണം? വേഗം അങ്ങോട്ടേക്ക് നടക്ക്, എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അവരതിവേഗം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച പക്ഷേ അവരെ ഞെട്ടിച്ചു. ഒരു മരച്ചുവട്ടില് ഒരു ആദിവാസി സ്ത്രീ ഇരുന്ന് കരയുകയാണ്. അവളുടെ മടിയിൽ ചോരയിൽ കുളിച്ച ഒരു ചെറിയ കുട്ടി കിടപ്പുണ്ട്. കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് ഡോക്ടർ മക്ഫി തന്റെ പെട്ടി തുറന്നുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി. എന്താണ് സംഭവിച്ചത്? ആ സ്ത്രീ വിറയ്ക്കുന്ന കൈകളോടെ കാടിന്റെ ഉള്ളിലേക്ക് ചൂണ്ടി. അവളുടെ ഭാഷ അവർക്ക് മനസ്സിലായില്ലെങ്കിലും അവളുടെ കണ്ണുകളിലെ ഭയം അവരോട് സംസാരിച്ചു. കുഞ്ഞിനെ ഏതോ വന്യമൃഗം ആക്രമിച്ചിരിക്കുന്നു. ഡോക്ടർ കുട്ടിയെ വിശദമായിട്ട് പരിശോധിച്ചു. ഇതൊരു പുലിയുടെ പണിയാണ്. മുറിവ് ആഴത്തിലുള്ളതാണ്. പക്ഷേ നമുക്ക് ഇവനെ രക്ഷിക്കാൻ സാധിക്കും. നായാട്ടിന്റെ ആവേശം പെട്ടെന്ന് ഒരു രക്ഷാപ്രവർത്തനമായിട്ട് മാറി. ഡോക്ടർ തന്റെ സകല കഴിവുകളും പുറത്തെടുത്തു. മാൻസ്ഫീൽഡും ചാൾസും മറ്റ് വേട്ടക്കാരും കൂടെ തന്നെ നിലയുറപ്പിച്ചു. കുറച്ചു നേരത്തെ കഠിനമായ പരിശ്രമത്തിന് ശേഷം ഡോക്ടർ മക്ഫി നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് ദീർഘമായിട്ടൊന്ന് ശ്വസിച്ചു. സുപ്രധാനമായിട്ടുള്ള അവയവങ്ങൾക്കൊന്നും വലിയ പരിക്കേറ്റിട്ടില്ല. ഈ കുഞ്ഞ് രക്ഷപ്പെടും. കാര്യം മനസ്സിലായ ആ സ്ത്രീയെ ഡോക്ടറുടെ കാലുകൾ വീണിട്ട് തന്റെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തന്റെ നന്ദി അറിയിച്ചു. ലണ്ടനിലെ ആഡംബര ജീവിതത്തിൽ നിന്നും വന്ന ചാൾസിന് ഇതൊക്കെ തികച്ചും പുതിയ അനുഭവമായിരുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വിലയും ഇതുപോലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ മനുഷ്യരെ സഹായിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന സന്തോഷവും ഒക്കെ അവൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞു. നായാട്ട്, അതിലൂടെ കിട്ടുന്ന വിനോദങ്ങൾ എത്രയോ വലുതാണ് ഒരു ജീവൻ രക്ഷിക്കുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി. ഡോക്ടർ, താങ്കൾ ഒരു അത്ഭുതമാണ്.
ചാൾസ് ബഹുമാനത്തോടെ പറഞ്ഞു, ചെറുക്ക, ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതൊക്കെ എന്റെ ജോലിയുടെ ഭാഗമാണ്. കാട്ടിലെ മൃഗങ്ങളെ കൊല്ലാൻ മാത്രമല്ല, മനുഷ്യരെ രക്ഷിക്കാനും എനിക്കറിയാം. അവര് ആ സ്ത്രീയെയും കുഞ്ഞിനെയും സുരക്ഷിതമായിട്ട് അവരുടെ ഗ്രാമത്തിൽ എത്തിക്കാൻ തന്നെ തീരുമാനിച്ചു. കാമയുടെ സഹായത്തോടെ അവർ ആ ചെറിയ കാട്ടുഗ്രാമത്തിലേക്കുള്ള രഹസ്യ വഴി കണ്ടെത്തി. കാടിന്റെ ഏറ്റവും ഉൾഭാഗത്ത് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. തങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞിനെ മരണത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്ന ആ ആളുകളെ ഗ്രാമവാസികൾ വലിയ ആദരവോടെയും സ്നേഹത്തോടെ ഒക്കെയാണ് സ്വീകരിച്ചത്. അവർക്ക് കഴിക്കാനായിട്ട് അവർ പഴങ്ങളും കാട്ടുതേനും ഒക്കെ നൽകി കാര്യമായിട്ട് തന്നെ അവരെ സൽക്കരിച്ചു. അവിടെ വെച്ചാണ് അവർ ആ കാടിനെ വിറപ്പിച്ചിരുന്ന ഒരു ഭീകരനെ കുറിച്ച് അറിയുന്നത്. കുറച്ച് നാളുകളായി ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിരുന്ന ഒരു വലിയ നരഭോജിയായ പുലി. അവനാണ് ഈ കുഞ്ഞിനെയും ആക്രമിച്ചത്. ഇതിനോടകം തന്നെ അത് നിരവധി വളർത്തുമൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രാമവാസികൾ ആ പുലിയെ ഭയന്ന് നേരം ഇരുട്ടിയാലും വീടിന്റെ പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കേട്ടതോടെ ക്യാപ്റ്റൻ മാൻസ്ഫീൽഡിന്റെ ഉള്ളിലെ വേട്ടക്കാരൻ വീണ്ടും ഉണർന്നു. ഇനി നമ്മുടെ ലക്ഷ്യം ആ നരഭോജി പുലിയാണ്. അതിനെ ഇനിയും ജീവനോടെ വിടാൻ പാടില്ല. അത് ഈ പാവങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ്. ചാൾസിനും ആ നിർദ്ദേശം പൂർണ്ണമായിട്ടും ബോധിച്ചു. തന്റെ ആയുധം ശരിയായ ഒരു കാര്യത്തിന് ഉപയോഗിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ മക്ഫിയും തന്റെ പ്രിയപ്പെട്ട തോക്കുമായിട്ട് അവരുടെ കൂടെ കൂടാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ അവർ നരഭോജിയായിട്ടുള്ള ആ പുലിയെ തേടിയിറങ്ങി. സമർത്ഥനായ കാമ തന്നെയായിരുന്നു വഴികാട്ടി. പുലിയുടെ ഏറ്റവും പുതിയ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയ അവര് കാടിന്റെ ഏറ്റവും ദുർഘടമായ ഭാഗങ്ങളിലേക്കാണ് കടന്നു ചെന്നത്. വലിയ പാറക്കെട്ടുകളും ഇടുങ്ങിയ ഗുഹകളും നിറഞ്ഞ ആ പ്രദേശം പുലികൾക്ക് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുവാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരുന്നു. ഓരോ ചൂട് വെക്കുമ്പോഴും ശ്രദ്ധിച്ചാണ് അവർ മുന്നോട്ടേക്ക് നീങ്ങിയത്. മരച്ചില്ലകളിൽ ഇരുന്നു കൊണ്ട് പുലി ഏതു നിമിഷവും തങ്ങളുടെ മേലിലേക്ക് ചാടി വീഴാം എന്ന ചിന്ത ചാൾസിനെ അസ്വസ്ഥനാക്കി. പെട്ടെന്ന് കാമ വീണ്ടും ഒരു പ്രതിമ പോലെ നിശ്ചലനായി. ശേഷം അദ്ദേഹം മുകളിലേക്ക് വിരൽ ചൂണ്ടി. വലിയൊരു മരത്തിന്റെ കൊമ്പില് ഇലകൾക്കിടയിലായി മഞ്ഞയും കറുപ്പും പുള്ളികളുള്ള ആ ഭീകരൻ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. ചാൾസെ, കൃത്യമായിട്ട് ലക്ഷ്യം വെക്കണം, ഉന്നം തെറ്റരുത്, ഒറ്റ വെടിക്ക് തീരണം. മാൻസ്ഫീൽഡ് ചാൾസിന്റെ ചെവിയിലും മന്ത്രിച്ചു. അടുത്ത നിമിഷം മാൻസ്ഫീൽഡിന്റെയും ചാൾസിന്റെയും തോക്കുകൾ ഒരേ സമയം മുകളിലേക്ക് ഉയർന്നു. കാടിന്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് 2 വെടിവെച്ചുകൾ ഒന്നിച്ചു മുഴങ്ങി. ആ പുലി മരക്കൊമ്പിൽ നിന്ന് ഒന്നുലഞ്ഞു. പക്ഷെ അത് താഴേക്ക് വീണില്ല. പകരം അവൻ മരത്തിൽ നിന്നും താഴേക്ക് കുതിച്ചു ചാടി. ഒരു കൊടുങ്കാറ്റ് പോലെ അവരുടെ നേർക്ക് പാഞ്ഞെടുത്തു. പുലി ലക്ഷ്യം വെച്ചത് നിലത്ത് കാല് തെറ്റി വീണുപോയ ഡോക്ടർ മക്ഫിയെ തന്നെയായിരുന്നു. ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ തന്റെ നീളമുള്ള ശരീരം വെട്ടിത്തിരിച്ച് മണ്ണിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്ന് കിടന്നു. ആ ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിൽ പുലി അദ്ദേഹത്തിന്റെ തൊട്ടു മുകളിലൂടെ ചാടി കടന്നുപോയി. അതിന്റെ മൂർച്ചയേറിയ നഖങ്ങൾ ഡോക്ടറുടെ നീളം കൂട്ടിന്റെ പിൻഭാഗം കീറിക്കളയുകയും അദ്ദേഹത്തിന്റെ തൊപ്പി ദൂരേക്ക് തെറിപ്പിക്കുകയും ചെയ്തു. നിലത്ത് വീണ പുലി ഒട്ടും സമയം കളയാതെ വീണ്ടും തിരിഞ്ഞ് ഇത്തവണ ഏറ്റവും മുന്നിലായിട്ട് നിന്നിരുന്ന ക്യാപ്റ്റൻ മാൻസ്ഫീൽഡിനെ തന്നെ ആക്രമിക്കാനായിട്ട് തയ്യാറെടുത്തു. ഇത് കണ്ടതോടെ കാമ തന്നെ നീളം കത്തി വലിച്ചൂരി തയ്യാറായിട്ട് നിന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ മറ്റൊരാൾ അവിടെ രംഗപ്രവേശം ചെയ്തു. ചാൾസ്. ലണ്ടനിലെ സുരക്ഷിതമായ ജീവിതത്തിൽ നിന്നും വന്ന് ആദ്യമായിട്ട് കാടിന്റെ വന്യതയെ മുഖാമുഖം കാണുന്ന ആ ചെറുപ്പക്കാരൻ ഇപ്പോഴ് ഭയന്നോടുന്ന ഒരു കുട്ടിയായിരുന്നില്ല. പകരം തികഞ്ഞ ധൈര്യമുള്ള ഒരു പോരാളിയായി അവൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാൻസ്ഫീൽഡിന്റെ ജീവൻ ആ പുലിയുടെ നഖത്തുമ്പിലാണ് എന്ന് അവന് വ്യക്തമായിട്ട് മനസ്സിലായി. പുലി മാൻസ്ഫീൽഡിന്റെ കഴുത്തിലേക്ക് കുതിച്ചു ചാടിയ ആ കൃത്യം നിമിഷത്തിൽ തന്നെ കാടിന്റെ ഹൃദയം പിളർക്കുന്ന വലിയൊരു വെടിവെച്ച അവിടെ മുഴങ്ങി. ചാൾസിന്റെ തോക്കിൽ നിന്നും ചീറിപ്പാഞ്ഞ ആ വെടിയുണ്ട പുലിയുടെ തലയോട് തന്നെ തകർത്താണ് കടന്നുപോയത്. യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ അത് മാൻസ്ഫീൽഡിന്റെ കാൽ കീഴിൽ തന്നെയാണ് ചത്തു വീണത്. മണ്ണിൽ നിന്നും എഴുന്നേറ്റ ഡോക്ടർ മക്ഫി തന്റെ കീറിയ കോട്ടിലേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പിട്ടു. മാൻസ്ഫീൽഡ് ചാൾസിന്റെ തോളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചാൾസേ, ഇന്ന് നീ വെറും ഒരു വേട്ടക്കാരനല്ല, മറിച്ച് കുറേ പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഒരു നായകനാണ്. നിന്റെ ധൈര്യവും ഉന്നവും അപാരമാണ്. ചാൾസിന് തന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിരുന്നു ആ വാക്കുകൾ. കാമ പുലിയുടെ ജഡം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം അത് തോളിൽ കെട്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തു. ഗ്രാമവാസികൾ തങ്ങളുടെ ഉറക്കം കിടത്തിയ നരഭോജിയുടെ ജഡവും വഹിച്ചുകൊണ്ട് വരുന്ന ആ വേട്ടക്കാരെ ചെണ്ടകുട്ടിയും ശബ്ദമുണ്ടാക്കിയുമാണ് സ്വീകരിച്ചത്. അവര് പാട്ടുകൾ പാടിയും നൃത്തം വെച്ചും ആ വിജയം കാര്യമായിട്ട് തന്നെ ആഘോഷിച്ചു. ചാൾസിന് അതൊക്കെ ഒരു പുതിയ ലോകമായിരുന്നു. മനുഷ്യ സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഏറ്റവും ശുദ്ധമായ രൂപം അവൻ അവിടെ കണ്ടു. പിറ്റേന്ന് പ്രഭാതത്തില് കാടിന്റെ മഞ്ഞു മൂടിയ വഴികളിലൂടെ അവർ തങ്ങളുടെ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുത്തു. കുതിരപ്പുറത്ത് കയറുമ്പോഴേക്കും ചാൾസ് അവസാനമായി ആ ഗ്രാമത്തിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. വെറും ഒരു വിനോദത്തിനായിട്ട് വന്ന താൻ ഇപ്പോൾ ജീവിതത്തിന്റെ വലിയ പാഠങ്ങൾ പഠിച്ച് തികച്ചും പുതിയൊരു മനുഷ്യനായിട്ടാണ് മടങ്ങുന്നത് എന്ന് അവന് തോന്നി തുടങ്ങി. ബേസ് ക്യാമ്പിൽ അന്ന് രാത്രിയും കനത്ത മഴ പെയ്തു. ഭീമാകാരമായ വൃക്ഷങ്ങൾ കാറ്റിലാടി ഉലയുകയും ഉണങ്ങിയ ചില്ലകൾ തകർന്നു വീഴുകയും ചെയ്യുന്നത് മിന്നൽ വെളിച്ചത്തിൽ ചാൾസ് വ്യക്തമായി കണ്ടു. ഡോക്ടറും ചാൾസും കൂടാരത്തിന്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു നെരിപ്പോട് കൂട്ടി അതിനു ചുറ്റും ഇരിപ്പുറപ്പിച്ചു. ഡോക്ടറെ, ഇത്രയും വലിയൊരു കാട്ടില്, ഇങ്ങനെ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ മൃഗങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഡോക്ടർ തന്റെ താടി തടവിക്കൊണ്ട് അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അവരും നമ്മളെപ്പോലെ തന്നെ
സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ തേടിപ്പോകും. കടുവകളും പുലികളും ഒക്കെ വലിയ ഗുഹകളിലോ വലിയ പാറക്കെട്ടുകൾക്ക് താഴെയോ ഒളിക്കും. എന്നാൽ കാട്ടുപോത്തുകളെ പോലെയുള്ള മൃഗങ്ങൾ വലിയ മരങ്ങളുടെ കീഴിൽ കൂട്ടം കൂടി നിൽക്കും. പ്രകൃതി എല്ലാവർക്കും സ്വയം രക്ഷിക്കാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ തലേ ദിവസത്തെ പേമാരുടെ യാതൊരു ലക്ഷണവും ഇല്ലാതെ സൂര്യൻ ഉദിച്ചുയർന്നു. കാട് വീണ്ടും ഉണർന്നു. പക്ഷികളുടെ ചിലക്കിലും മൃഗങ്ങളുടെ ശബ്ദങ്ങളും കാടിനെ പഴയതുപോലെ സജീവമാക്കി. നീലഗിരി മലകളിൽ കാട്ടുപന്നിയെ വേട്ടയാടുക എന്നത് വളരെ സാഹസികമായ ഒരു കാര്യമാണ്. കടുവയേക്കാൾ അപകടം പിടിച്ച അവസ്ഥ ചിലപ്പോൾ ഈ കാട്ടുപന്നികൾ സൃഷ്ടിക്കാറുണ്ട്. ഇസ്മായിലും കാമയുമാണ് മുന്നിൽ നടക്കുന്നത്. ഇപ്രാവശ്യം അവരുടെ വേട്ടനായ്ക്കളും ഒപ്പമുണ്ടായിരുന്നു. കാട്ടുപന്നികൾ സാധാരണയായിട്ട് ചെളി നിറഞ്ഞ കുളങ്ങൾക്കരികിലോ വലിയ കുറ്റിക്കാടുകളുടെ സമീപത്തൊക്കെയാണ് കാണപ്പെടുക. മാൻസ്ഫീൽഡും കൂട്ടരും ഒരു വലിയ താഴ്വരയുടെ അരിയിലേക്കാണ് ചെന്നെത്തിയത്. അവിടെ കാട്ടുപന്നികളുടെ കാൽപ്പാടുകൾ അവർക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇത് അവറ്റകളുടെ സ്ഥിരം വഴിയാണ്. കാമ ആ കാൽപ്പാടുകൾ നോക്കിക്കൊണ്ടു പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ കാത്തു നിൽക്കാം. മാൻസ്ഫീൽഡ് തന്റെ സംഘത്തോട് തയ്യാറെടുത്ത് നിൽക്കാൻ തന്നെ നിർദ്ദേശിച്ചു. ചാൾസിന്റെ നെഞ്ചെടുപ്പ് വീണ്ടും കൂടി. കാട്ടുപന്നികളുടെ വേഗതയെക്കുറിച്ചും ആക്രമണ രീതികളെക്കുറിച്ചും അവൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കാട്ടിലെ ഓരോ അനക്കവും അവൻ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ആ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു. എന്തൊക്കെയോ ഒടിഞ്ഞു മാറുന്ന ശബ്ദം. ഉണങ്ങിയ ഇലകളിൽ ഭാരമുള്ള എന്തോ ജീവി ചവിട്ടി വരുന്നുണ്ട്. തങ്ങളുടെ ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചുകൊണ്ട് അവർ കാത്തുനിന്നു. കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു ഭീമൻ കാട്ടുപന്നി പെട്ടെന്ന് അവർക്ക് നേരെ പാഞ്ഞെടുത്തു. ലോറിമർ തന്റെ കിൽ ഡെവിൾ എന്ന് പേരിട്ടിരിക്കുന്ന തോക്കുപയോഗിച്ച് അതിന് നേരെ വെടിതുർത്തു. പന്നിക്ക് പരിക്കേറ്റെങ്കിലും അത് വീണില്ല. പകരം അത് കൂടുതൽ ദേഷ്യത്തോടെ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. അടുത്തത് ചാൾസിന്റെ ഊഴമായിരുന്നു. ഒരു വലിയ ഇടിമുഴക്കം പോലെ ചാൾസിന്റെ തോക്കിൽ നിന്നും വെടിപൊട്ടി. വെടിയുണ്ട കൃത്യമായിട്ട് കാട്ടുപന്നിയുടെ തോളിൽ തന്നെയാണ് പതിച്ചത്. എന്നാൽ ആ ഭീമൻ ജീവിയെ വീഴ്ത്തുവാനായിട്ട് അതും പോരായിരുന്നു. കട്ടിയുള്ള തൊലിയും അപാരമായ കരുത്തുമുള്ള കാട്ടുപന്നികൾക്ക് മരണഭയം ഇല്ല എന്ന് പറയപ്പെടുന്നത് വെറുതെയല്ല. ചോര ഒലിപ്പിച്ചുകൊണ്ട് ഇരട്ടി ക്രോധത്തോടെ അത് വീണ്ടും കുതിച്ചു വന്നു. തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന മരണത്തെ മുന്നിൽ കണ്ട് ചാൾസ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. തോക്കിൽ വീണ്ടും തിരനടയ്ക്കാനുള്ള സമയം അവൻ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് വേട്ടക്കാരിൽ ഒരാളുടെ കയ്യിൽ നിന്നും നിലത്ത് വീണ് കിടക്കുന്ന ഒരു കുന്തം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തന്റെ ശരീരത്തിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവൻ ആ കുന്തം കാട്ടുപന്നിയുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറക്കി. നെഞ്ചകം പിളർക്കുന്ന വലിയൊരു അലർച്ചയോടെ ആ ഭീകരജീവി നിലത്തേക്ക് മറിഞ്ഞു വീണു. പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് അത് മണ്ണിൽ കിടന്ന് പിടഞ്ഞു. എല്ലാം കഴിഞ്ഞ് കിതച്ചുകൊണ്ട് നിൽക്കുന്ന ചാൾസിനെ നോക്കി മാൻസ്ഫീൽഡ് ആ പന്നിയുടെ ദേഹത്ത് നിന്ന് കുന്തം വലിച്ചൂരിയെടുത്തു. മോനെ, നീ ഇപ്പോൾ പഴയ ആളല്ല കേട്ടോ. അത് കേട്ടതോടെ അവന്റെ മുഖത്ത് അഭിമാനത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു. ഇതാണ് യഥാർത്ഥ നായാട്ട്. മുറിവേറ്റ ഒരു കാട്ടുപന്നി കടുവയേക്കാൾ 100 ഇരട്ടി അപകടകാരിയാണ്. അവ ഒരിക്കലും പിന്മാറില്ല. മരിക്കുകയോ കൊല്ലുകയോ ചെയ്യും. ചാൾസ് അത്ഭുതത്തോടെ ആ മൃഗത്തിന്റെ ജഡത്തിലേക്ക് നോക്കി. കാട്ടിലെ ഓരോ ജീവിയും അവരുടേതായ രീതിയിൽ എത്രത്തോളം ഭയാനകമാണ് എന്ന് അവന് അപ്പോൾ മനസ്സിലായി. അന്ന് രാത്രി അവർ മറ്റൊരു സ്ഥലത്താണ് ക്യാമ്പ് ചെയ്യുന്നത്. കൂടാരത്തിന്റെ മുന്നിൽ എരിയുന്ന തീ കൊണ്ടതിന് ചുറ്റുമിരുന്ന് അവർ അന്നത്തെ വീരകഥകൾ പങ്കുവെച്ചു. പെട്ടെന്നാണ് ചുറ്റിനുമുള്ള അന്ധകാരത്തെ കീറി മുറിച്ചുകൊണ്ട് അനേകം തീപ്പന്തങ്ങൾ കൂടാരം ലക്ഷ്യമാക്കി വരുന്നത് അവർ കണ്ടത്. അല്പസമയത്തിനകം ഒരു കൂട്ടം ഗ്രാമവാസികൾ അവിടെ എത്തി. അവരുടെയൊക്കെ മുഖങ്ങളിൽ വലിയ ഭയവും സങ്കടവും ഒക്കെ തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഗ്രാമത്തലവൻ ഓടി വന്ന് മാൻസ്ഫീൽഡിന്റെ കാൽക്കൾ വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത്? ഇവൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ചാൾസിനൊന്നും മനസ്സിലായില്ല. ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ വലിയൊരു നരഭോജി കടുവ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അത് അവരുടെ കന്നുകാലികളെ മാത്രമേ പിടിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്നലെ വൈകുന്നേരം അത് ഒരു ചെറിയ കുട്ടിയെ കടിച്ചുകൊണ്ടുപോയി എന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യമാംസം രുചിച്ച ഒരു കടുവ ഈ കാട്ടിലെ ഏറ്റവും വലിയ വിപത്താണ്. അത് പിന്നീട് മറ്റൊന്നും തിന്നാൻ ആഗ്രഹിക്കില്ല. ചുരുക്കത്തിൽ ആ പാവം ഗ്രാമവാസികൾക്ക് ഇനി കെട്ടുറപ്പില്ലാത്ത തങ്ങളുടെ ആ ഒരു ചെറിയ വീടുകളിൽ സമാധാനമായിട്ട് അന്തി ഉറങ്ങാൻ പോലും കഴിയില്ല. മാൻസ്ഫീൽഡ് ഉടൻ തന്നെ കാമയെയും ഇസ്മായിലിനെയും അരികിലേക്ക് വിളിച്ചു. അവര് ആ ഗ്രാമത്തലവനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. കടുവ ഏത് വഴിക്കാണ് പോയതെന്നും അത് സാധാരണയായി എവിടെയാണ് ഒളിച്ചിരിക്കാറുള്ളതെന്നും അവര് കൃത്യമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. അന്ന് രാത്രി ചാൾസിന് ശരിക്കും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. കാടിന്റെ ഓരോ ചെറിയ അനക്കവും ആ നരഭോജിയുടേതാണ് എന്ന് അവന് തോന്നി. നാളത്തെ ദൗത്യത്തിനായി ചാൾസ് തന്റെ തോക്ക് പലതവണ പരിശോധിച്ച് ഉറപ്പുവരുത്തി. നാളെ തന്റെ ഉന്നം പിഴയ്ക്കാൻ പാടില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരുപക്ഷെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും ജീവൻ എടുത്തേക്കാം എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. കടുവയെ നേരിടുമ്പോൾ ഒരു പിഴവ് പോലും ഉണ്ടാവരുത്, മാൻസ്ഫീൽഡ് ചാൾസിനെ ഓർമ്മിപ്പിച്ചു. പിറ്റേന്ന് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ തന്നെ അവർ ആ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. തലേ ദിവസം കടുവ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയ സ്ഥലത്ത് അവരെത്തിച്ചേർന്നു. അവിടെ മണ്ണിൽ അതിന്റെ വലിയ കാൽപ്പാടുകൾ പക്മാർസ് ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ചോരത്തുള്ളികൾ ഉണങ്ങിയ ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോഴേക്കും ചാൾസിന്റെ ഹൃദയം തകർന്നുപോയി. അവൻ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ അവസ്ഥയോർത്ത് വല്ലാതെ വേദനിച്ചു. കാൽപ്പാടുകൾ സൂക്ഷിച്ചു നോക്കിയ കാമ അതൊരു പെൺകടുവ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ആ പാദമുദ്രകൾ കാടിന്റെ ഏറ്റവും ഇരുണ്ടതും ദുർഗുണവുമായ ഒരു ഭാഗത്തേക്കാണ് നീളുന്നത്.
വലിയ പാറക്കെട്ടുകളും ഒരു ചെറിയ അരുവിയും ഉൾപ്പെടുന്ന ഒരു പ്രദേശം. അവിടെ എവിടെയോ ആയിരിക്കണം ആ നരഭോജി ഒളിച്ചിരിക്കുന്നത്. അവര് ആ ദുർഘടമായ വഴിയിലൂടെ പതുക്കെ മുന്നോട്ടേക്ക് നടന്നു. ചുറ്റിനും അസാധാരണമായ ഒരു കനത്ത നിശബ്ദത. കാട്ടുപക്ഷികൾ പോലും ശബ്ദമുണ്ടാക്കാൻ ഭയക്കുന്നത് പോലെ തോന്നി. വായുവിൽ മരണത്തിന്റെ ഒരു തണുപ്പ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അവർക്കെല്ലാം അനുഭവപ്പെട്ടു. കാടിന്റെ ഈ ഭയാനകമായ നിശബ്ദത ഏത് നിമിഷവും വലിയൊരു ഗർജനമായി മാറാമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. നരഭോജിയായ ആ പെൺകടുവയുടെ കാൽപ്പാടുകൾ ചെന്നെത്തുന്നത് ഉണങ്ങി വരണ്ട ഒരു വലിയ അരുവിയുടെ തീരത്തേക്കായിരുന്നു. ചുറ്റിനും ഇരുണ്ട മരങ്ങളും കാട് പിടിച്ച കുറ്റിച്ചെടികളും മാത്രം. അവിടെ പകൽ വെളിച്ചം പോലും കഷ്ടിച്ചാണ് കടന്നു വരുന്നത്. അവരുടെ സംഘത്തിലുണ്ടായിരുന്ന ബുർമ എന്ന പ്രായം ചെന്ന വേട്ടക്കാരൻ പെട്ടെന്ന് നിന്നു. അദ്ദേഹം ആ അരുവിയുടെ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്ന വലിയ കാൽപ്പാടുകളിലേക്ക് വിരൽ ചൂണ്ടി. മാൻസ്ഫീൽഡ് കുതിരപ്പുറത്തു നിന്നിറങ്ങി ആ കാൽപ്പാടുകൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. കുറച്ചു നേരത്തെ നിരീക്ഷണത്തിന് ശേഷം അദ്ദേഹം ബുർമ എന്ന ആ വേട്ടക്കാരനുമായി സംസാരിച്ചു തുടങ്ങി. അവൾ ഇവിടെ എത്തുമ്പോഴേക്കും ഒട്ടും തിടുക്കം കാണിച്ചിരുന്നില്ല. വേഗത്തിലുള്ള നടത്തമായിരുന്നുവെങ്കിൽ കാൽപ്പാടുകൾ ഇത്ര കൃത്യമായിട്ട് പതിയേയില്ലായിരുന്നു. വെയിൽ കടുക്കുന്നതിന് മുമ്പ് അവൾ ഇവിടെ എവിടെയോ വിശ്രമിക്കാൻ കിടന്നിട്ടുണ്ടാവണം. ഇപ്പോൾ ഈ കാൽപ്പാടുകൾക്ക് മണിക്കൂറുകളുടെ പഴക്കമുണ്ട്, ആ വേട്ടക്കാരൻ പറഞ്ഞു നിർത്തി. ഇതിനു മുമ്പ് നിങ്ങൾ ഇവളുടെ കാൽപ്പാടുകൾ കണ്ടിട്ടുണ്ടല്ലോ. അവൾ സ്ഥിരമായി വരാറുള്ള സ്ഥലമാണോ ഇത്? മാൻസ്ഫീൽഡ് ചോദിച്ചു. പലതവണ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നരഭോജിയായ കടുവ നാളെ എവിടെയായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് അവൾ കിടന്ന സ്ഥലം കണ്ടെത്തിയാലും 12 മണിക്കൂറിലധികം അവൾ ഒരിടത്തും നിൽക്കില്ല. ഒരുപക്ഷെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേക്കും 10 മൈൽ അകലെ മറ്റൊരു ഗ്രാമത്തില് അവൾ കൊന്ന മനുഷ്യന് വേണ്ടി ആളുകൾ നിലവിളിക്കുന്നുണ്ടാവാം. എല്ലാവരും തയ്യാറാകുക, മാൻസ്ഫീൽഡ് നിർദ്ദേശം നൽകി. അവൾ ഈ കുറ്റിക്കാടുകൾക്കിടയിൽ തന്നെ എവിടെയോ ഉണ്ട്. നമ്മൾ 4 ഭാഗത്തു നിന്നും അവളെ വളയണം. ആരും ഒരു ശബ്ദവും ഉണ്ടാക്കരുത്. അവർ വളരെ ശ്രദ്ധയോടെ ആ കുറ്റിക്കാടുകൾക്ക് ചുറ്റും നിലയുറപ്പിച്ചു. ഓരോ നിമിഷവും പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ചാൾസ് തന്റെ റൈഫിളിൽ മുറുകെ പിടിച്ചു. സത്യത്തില് അവന്റെ ഹൃദയമിടിപ്പ് അവന് തന്നെ കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് മരക്കൊമ്പിലിരുന്ന ഒരു കുരങ്ങൻ ഭയാനകമായി അലറാൻ തുടങ്ങി. അതൊരു മുന്നറിയിപ്പായിരുന്നു. ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം അവിടെ മുഴങ്ങി. ആ നരഭോജി അവർക്കടുത്തേക്ക് വരികയാണ്. അടുത്ത സെക്കൻഡില് സ്വർണ്ണ നിറത്തില് കറുത്ത വരകളുള്ള ഒരു പെൺകടുവ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കാട്ടിൽ പതിയിരുന്ന് ആക്രമിക്കാതെ അവൾ നേരിട്ട് വന്നത് കണ്ട് മാൻസ്ഫീൽഡ് അത്ഭുതപ്പെട്ടു. എങ്കിലും ഒരു നരഭോജി എങ്ങനെയാണ് പെരുമാറുക എന്നത് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എന്ന് ബുർമ മുമ്പ് പറഞ്ഞത് മാൻസ്ഫീൽഡിന് ഓർമ്മയുണ്ടായിരുന്നു. അടുത്ത നിമിഷം കടുവ ചാൾസിന് നേർക്ക് പാഞ്ഞെടുത്തു. മാൻസ്ഫീൽഡിന്റെ വെടി കടുവയുടെ കാലിലാണ് കൊണ്ടത്. അവൾ നിലത്ത് വീണെങ്കിലും അതിവേഗതയിൽ വീണ്ടും പിടഞ്ഞെഴുന്നേറ്റു. അപ്പോഴാണ് ബുർമ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നീളൻ കുന്തവുമായിട്ട് കടുവയുടെ നേർക്ക് പാഞ്ഞെടുത്തത്. തന്റെ ഗ്രാമത്തിലെ കുഞ്ഞിനെ കൊന്നതിലുള്ള ദേഷ്യം മുഴുവനും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ കടുവ ബുർമയുടെ നേർക്ക് ചാടി വീഴുകയാണ് ചെയ്തത്. അയാൾ തന്റെ സകല ശക്തിയും എടുത്ത് കടുവയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ബുർമയുടെ ശരീരത്തിൽ കൊള്ളാതെ കടുവയെ ലക്ഷ്യമാക്കി വെടിവെക്കുക എന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എങ്കിലും ചാൾസ് ധൈര്യം സംഭരിച്ച് കടുവയുടെ തല ലക്ഷ്യമാക്കി തന്നെ കൃത്യമായി കാഞ്ചി വലിച്ചു. കാടിനെ ഒന്നാകെ നടുക്കിക്കൊണ്ട് ആ വലിയ വെടിയുച്ച അവിടെ മുഴങ്ങി. കടുവ ചത്ത് ബുർമയുടെ ദേഹത്തു നിന്നും പിടിവിട്ട് മറിഞ്ഞു വീണു. അതിന്റെ ജീവൻ അപ്പോൾ തന്നെ അവസാനിച്ചിരുന്നു. ഒരു ഗ്രാമത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരുന്ന ആ ഭീകരജീവി ഇപ്പോൾ അനക്കമറ്റ് നിലത്ത് കിടക്കുകയാണ്. മാൻസ്ഫീൽഡും മറ്റുള്ളവരും വേഗത്തിൽ ബുർമയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഭാഗ്യവശാല് അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകൾ പറ്റിയിരുന്നില്ല. ചാൾസിന്റെ കൃത്യമായ വെടിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത്. ബുർമ എഴുന്നേറ്റ് നിന്ന് ചാൾസിനെ നന്ദിയോടെ ഒന്ന് നോക്കി. അടുത്ത ദിവസം തന്നെ അവര് ആ ഭാഗത്തു നിന്നും യാത്ര തിരിച്ചു. മറ്റൊരു താഴ്വരയിലേക്ക് നീങ്ങിയ അവര് മനോഹരമായ കർണാടക സമതലങ്ങൾ ഒരു ഭൂപടം പോലെ താഴെ പരന്നു കിടക്കുന്നത് കണ്ടു. കരിങ്കുരങ്ങളുടെ ഭയാനകമായ ശബ്ദം കാടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചു. അന്നത്തെ പകല് അവർ മാനുകളെയാണ് വേട്ടയാടിയത്. എന്നാൽ ഡോക്ടർ മക്ഫി 15ഓളം തവണ വെടിവെച്ചിട്ടും ഒന്നിനെ പോലും വീഴ്ത്താൻ കഴിഞ്ഞില്ല. ഉച്ചഭക്ഷണ സമയത്ത് ലോറിമർ ഇതിന്റെ പേരിൽ ഡോക്ടറെ കണക്കിന് ശകാരിച്ചു. ഇത് ശരിക്കും ആ ലോറിമർ എനിക്ക് നൽകിയ ആ പഴയ തോക്കിന്റെ കുഴപ്പമാണ്. എന്റെ പഴയ തോക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെക്കാളും മികച്ച രീതിയിൽ വേട്ടയാടുമായിരുന്നു. ഇതാണ് ഡോക്ടർ വാദിച്ചത്. ഇവർ ടെന്റടിച്ചിരുന്ന സ്ഥലത്തിനരികെ നീലഗിരിയിലെ തോടറുടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു. തോടറുടെ ഇത്തരം ഗ്രാമങ്ങളെ തോടാമുണ്ട് എന്നാണ് വിളിക്കുക. 5ഓ 6ഓ കുടിലുകളും ഒരമ്പലവും കാലികളെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സ്ഥലവും ഉൾപ്പെടുന്നതാണ് ഒരു തോടാമുണ്ട്. വീടുകളെ ഇവർ മഠം എന്നാണ് വിളിക്കുക. തീരെ ചെറിയ ഇടുങ്ങിയ രീതിയിലുള്ള ഒരാൾക്ക് മുട്ടുകുത്തി ഇഴഞ്ഞു മാത്രം കയറാൻ സാധിക്കുന്ന രീതിയിലാണ് ഓരോ കുടിലിന്റെയും വാതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അക്കാലത്ത് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തത്. ചാൾസും മാൻസ്ഫീൽഡും ഒക്കെ തമ്പടിച്ചിരുന്ന സ്ഥലത്തിനരികെ ഇത്തരം തോടറുടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഇവിടെ അയ്യപ്പൻ എന്നൊരാളായിരുന്നു അവരുടെ വഴികാട്ടി. അയാള് തന്റെ കമ്പിളിയിലെ മഞ്ഞു തുള്ളികൾ കുടഞ്ഞു കളഞ്ഞിട്ട് അരപ്പട്ട ഒന്നുകൂടി മുറുക്കി കെട്ടി തരം നീളമുള്ള നായാട്ട് കത്തി അരയിൽ തിരികെ വെച്ച ശേഷം ഒരു തോക്കും കയ്യിലേന്തി അവരെ ഒരു ചെറിയ താഴ്വരയിലേക്ക് നയിച്ചു. തോടാമുണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള തോടറെ കണ്ട് മാൻസ്ഫീൽഡ് അത്ഭുതപ്പെട്ടു. ഭയമില്ലാത്ത സ്വതന്ത്രരായിട്ടുള്ള മലയോരവാസികൾ. അവര്
വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നതെങ്കിലും അതിൽ യാതൊരു വിധത്തിലുള്ള ഭയമോ വിധേയത്വമോ ഉണ്ടായിരുന്നില്ല. അവരുടെ ഇടയിലുള്ള ഒരു വൃദ്ധനെ കണ്ടാൽ ഹെർക്കുലീസിന്റെ പ്രതിമ പോലെ തോന്നിക്കുമായിരുന്നു എന്നാണ് മാൻസ്ഫീൽഡ് പറയുന്നത്. ചുരുണ്ട മുടിയും ഭീമാകാരമായ മീശയും താടിയും ആ മുഖത്തിന് വല്ലാത്തൊരു ഗാംഭീര്യം നൽകി. ഇവര് പണ്ട് അലക്സാണ്ടറുടെ ഇന്ത്യയിലേക്ക് വന്ന ഗ്രീക്ക് വംശത്തിൽപ്പെട്ട ആളുകളാണ് എന്നാണ് ചിലർ പറയുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വളരെ സുന്ദരിയായ ഒരു തോട സ്ത്രീയെ കുറച്ച് കുട്ടികളുടെ കൂട്ടത്തില് അവരുടെ അടുത്തേക്ക് വന്നു. അവളെ കണ്ട് ചാൾസും ലോറിമറും മാൻസ്ഫീൽഡും അത്ഭുതപ്പെട്ടു. തോടർ മറ്റുള്ള ആദിവാസികളെക്കാളും വെളുത്തവരും ഉയരം കൂടിയ ആൾക്കാരുമാണ്. പിത്തള വളകൾ അണിഞ്ഞ അവള് വല്ലാത്തൊരു വശതയോടെ അവർക്കരികിലേക്ക് എത്തി സംസാരിക്കാൻ തുടങ്ങി. അവൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല എങ്കിലും അവൾക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. ഈ സ്ത്രീക്ക് 10-12 ഭർത്താക്കന്മാരുണ്ട് എന്ന് മാൻസ്ഫീൽഡ് പറഞ്ഞപ്പോഴേക്കും ചാൾസിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തോടറുടെ ഇടയിൽ ഒരു ഗ്രാമത്തിന് ഒരു ഭാര്യ മാത്രമേ പാടുള്ളൂ എന്ന നിയമത്തെക്കുറിച്ചും പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവരുടെ പഴയ ആചാരത്തെക്കുറിച്ചും മാൻസ്ഫീൽഡ് അവന് വിശദീകരിച്ചു കൊടുത്തു. ഇപ്പോഴ് സർക്കാരിന്റെ ഇടപെടൽ കാരണം അവർ ഇതൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ മാൻസ്ഫീൽഡ് പറയുന്നതിൽ ചെറിയൊരു പശവുണ്ട്. ഒരു ഗ്രാമത്തിലെ ഒരു പെണ്ണല്ല, ഒരു വീട്ടിലേക്ക്, അതായത് എല്ലാ സഹോദരന്മാർക്കും കൂടി ഒരു പെണ്ണ് എന്ന രീതി ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ്. ഉച്ചഭക്ഷണത്തിന് ശേഷം അവര് ആ മലനിരകളിലെ മറ്റൊരു അപൂർവ ജീവിയെ വേട്ടയാടാനാണ് ഇറങ്ങിയത്, നമ്മുടെ വരയാടുകൾ. ഈ വിവരണത്തിൽ നിന്നും അക്കാലത്ത് നീലഗിരി മലകളില് വരയാടുകൾ ധാരാളം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ അപൂർവ ജീവി എന്ന് മാൻസ്ഫീൽഡ് പറയുന്നത് ഇവയെ കണ്ടിട്ടാനുള്ള പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ്. വരയാടുകളെ വേട്ടയാടുന്നത് അക്കാലത്ത് ഇത്തരം ഹണ്ടിങ് ബുക്കുകളിൽ വേറെ അധികം ഞാൻ കണ്ടിട്ടില്ല. ആ സമയം ചൂട് കാരണം കാട് വല്ലാതെ നിശബ്ദമായിരുന്നു. വലിയ പാറക്കെട്ടുകളും ചെങ്കുത്തായ മലഞ്ചെരുകളും താണ്ടിയുള്ള ആ യാത്ര ചാൾസിനെ വല്ലാതെ തളർത്തി. അപകടം പിടിച്ച ആ യാത്ര എന്തിനാണെന്ന് അവൻ ചിന്തിക്കുമ്പോഴാണ് ആയിരക്കണക്കിന് അടി ഉയരത്തിലുള്ള ഒരു പാറയുടെ തുമ്പില് കാവൽ നിൽക്കുന്ന ഒരു വലിയ വരയാടിനെ മാൻസ്ഫീൽഡ് അവന് കാണിച്ചു കൊടുത്തത്. വളരെ സൂക്ഷ്മതയോടെ തന്നെയാണ് അവർ ആ മൃഗത്തെ വെടിവെച്ച് വീഴ്ത്തിയത്. വലിയൊരു കൊക്കയിലേക്ക് വീണുപോയ ആ വരയാടിനെ തോടരുടെ സഹായത്തോടെ കയറുപയോഗിച്ചാണ് അവർ മുകളിലേക്ക് എടുത്തത്. പിറ്റേ ദിവസം കാലിലെ സന്ധിവാദം കാരണം ലോറിമറിന് കൂടാരത്തിൽ വിശ്രമിക്കേണ്ടി വന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെ തിരികെ പോകാൻ തീരുമാനിച്ചു. അതിനാല് മലയാടി വാരത്തിൽ നിന്നും പശ്ചിമഘട്ടത്തിലേക്ക് നീണ്ടു കിടക്കുന്ന കൊടുങ്കാടുകളില് കുറച്ചു ദിവസം നായാട്ട നടത്തുവാൻ തന്നെ മാൻസ്ഫീൽഡ്, ചാൾസ്, ഡോക്ടർ മക്ഫി എന്നിവര് തീരുമാനിച്ചു. കാട്ടുപോത്തുകളും മാനുകളും കാട്ടാനകളും ധാരാളമുള്ള ഒരു പ്രദേശമായിരുന്നു അത്. ഇവർ വേട്ടയാടിയെന്ന് പറയുന്ന പല സ്ഥലങ്ങളും ഇന്ന് പട്ടണങ്ങളോ ഹൈവേകളുടെ ഭാഗമോ ഒക്കെയാണ്. അവരുടെ ടെന്റുകളും മറ്റ് ക്യാമ്പ് സാധനങ്ങളും മാൻസ്ഫീൽഡിന്റെ വിശ്വസ്തനായിട്ടുള്ള സഹായി അയ്യപ്പ 2 ദിവസം മുമ്പ് തന്നെ അവിടെ കൊണ്ട് എത്തിച്ചിരുന്നു. അങ്ങനെ തെളിഞ്ഞൊരു പ്രഭാതത്തില് അവർ മൂവരും തങ്ങളുടെ കുതിരപ്പുറത്തേറി പുതിയ വേട്ടയിടത്തിലേക്ക് യാത്ര തിരിച്ചു. മലനിരകളിൽ നിന്നും താഴെയുള്ള ആ കൊടുങ്കാട്ടിലേക്കുള്ള ഇടുങ്ങിയ പാതയിലൂടെ കുതിരയെ മെല്ലെ നയിക്കുമ്പോഴേക്കും അവരുടെ സംസാരം സ്വാഭാവികമായും മാൻസ്ഫീൽഡ് കടുവയുമായിട്ട് പണ്ട് നടത്തിയ ഒരു പോരാട്ടത്തെക്കുറിച്ചായി മാറി. അത്രയും വലിയൊരു കടുവയുടെ കാൽക്കീഴിൽ നിന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് അത്ഭുതമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഒരു വലിയ ഗർജനം കേട്ടതും ആ സമയത്ത് തന്നെ എന്തോ ഒരു വലിയ സാധനം എന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. ആ സമയത്ത് തന്നെ ഞാനൊരു കുഴിയിലേക്ക് മലർന്നടിച്ച് വീണു. ഇത്രയും മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. സത്യത്തില് ഞാൻ കാണിച്ചത് വലിയൊരു മണ്ടത്തരം തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ജീവിതാവസാനം വരെ കടുവയെപ്പോലുള്ള മൃഗങ്ങളെ വേട്ടയാടുമ്പോഴേക്കും ജാഗ്രത വേണമെന്നും പണ്ടുണ്ടായ മറ്റൊരു സംഭവം എന്നെ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എങ്കിൽ അതൊന്ന് കേൾക്കണമല്ലോ. കാട്ടിലെ ഇത്തരം വീരകഥകളിൽ വല്ലാത്ത താല്പര്യം ജനിച്ചു തുടങ്ങിയിരുന്ന നമ്മുടെ ചാൾസ് ആണ് അത്ഭുതത്തോടെ ആ ചോദ്യം ചോദിച്ചത്. അത് ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, ഓർത്താല് ഞാൻ പൊട്ടിക്കരഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. അന്ന് ഞാൻ കാണിച്ച മണ്ടത്തരം ഓർത്ത് ഇപ്പോഴും എനിക്ക് വലിയ കുറ്റബോധം തോന്നുന്ന ഒരു കാര്യം. എങ്കിലും നിന്റെ ഹണ്ടിങ് ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു പാഠമെന്ന നിലയിൽ ഞാനത് പറയാം. എന്നെപ്പോലെ നീയും അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു പക്ഷേ അത് സഹായിക്കും. അങ്ങനെ മാൻസ്ഫീൽഡ് ആ പഴയ കഥ പറഞ്ഞു. ഞാൻ ഇന്ത്യയിലെത്തിയ ആദ്യകാലത്ത് നടന്ന ഒരു സംഭവമാണ്. അന്ന് ഞാൻ തീർത്തും ചെറുപ്പമായിരുന്നു. കാട്ടുപക്ഷികളെ വേട്ടയാടുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ഒരു കാലം. അന്നത്തെ ദിവസം രാവിലെ തന്നെ ഞാൻ എൻ്റെ പതിവ് വേട്ടയ്ക്കിറങ്ങി. എൻ്റെ വേട്ട നായ്ക്കളെ നോക്കുന്ന ഖാദർ എന്നു പേരുള്ള 12 വയസ്സുകാരനായിട്ടുള്ള ഒരു ബാലൻ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. തീർത്തും ചെറുപ്പമായിരുന്നെങ്കിലും ഊർജ്ജസ്വലനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഖാദർ. അവൻ പക്ഷികളെ എനിക്ക് കാണിച്ചു തരികയും ഞാൻ വെടിവെച്ചിടുന്ന പക്ഷികളെ ഓടിപ്പോയി എടുത്തുകൊണ്ട് തരികയും ചെയ്യുമായിരുന്നു. പൊന്തക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന പക്ഷികളെ അവൻ ബഹളം വെച്ച് പറപ്പിക്കുമ്പോഴേക്കും എനിക്ക് വെടിവെക്കാനായിട്ട് കൂടുതൽ സൗകര്യം കിട്ടുമായിരുന്നു. അതോടെ എനിക്ക് വല്ലാത്തൊരു ആവേശം തോന്നി. ഞാൻ വലിയൊരു വേട്ടക്കാരനാണ് എന്ന് സ്വയം അഹങ്കരിച്ച് വീണ്ടും നായാട്ട് തുടർന്നു. അങ്ങനെ ഇരിക്കെ പൊടുന്നൻ ഒരു വലിയ പുള്ളിപ്പുലി അവിടെ പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് ഞങ്ങളെ കണ്ട് ഭയന്നു പോയ അത് അടുത്തുള്ള ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്തു. പുലിയെ ആദ്യമായിട്ട് കാട്ടിൽ വെച്ച് നേരിട്ട് കണ്ട ഞാൻ ഭയന്നു പോയെങ്കിലും ചെറിയ കുട്ടിയായ ഖാദറിന് അത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. ആ നാട്ടിലെ പ്രശസ്തനായിട്ടുള്ള ഒരു നായാട്ടുകാരന്റെ മകനായിരുന്നു ഖാദർ. അച്ഛന്റെ വീരകഥകൾ കേട്ടു വളർന്ന അവന്റെ ചെറിയ ഹൃദയത്തില്
വലിയൊരു വേട്ടക്കാരനാകണം എന്ന ആഗ്രഹം കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ത്യൻ കാടുകളെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല എന്ന് അവന് മനസ്സിലായി. സാബ്, എനിക്ക് അനുവാദം തരികയാണെങ്കിൽ ആ മൃഗത്തെ എങ്ങനെ കൊല്ലാമെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇത്തരം വലിയ വേട്ടകളെക്കുറിച്ച് നന്നായിട്ട് അറിയാം, അവൻ ആത്മവിശ്വാസത്തോടെ എന്നോട് പറഞ്ഞു. ആ ചെറിയ കുട്ടിയുടെ ആത്മവിശ്വാസം കണ്ടപ്പോഴേക്കും എനിക്ക് അവനോട് ഒരുതരം ബഹുമാനവും അത്ഭുതവും ഒക്കെയാണ് തോന്നിയത്. യാതൊരു മടിയും കൂടാതെ ഞാൻ അവന്റെ നിർദ്ദേശങ്ങൾ കേൾക്കാൻ തയ്യാറായി. ഖാദറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ തോക്കിലെ ചെറിയ വെടിയുണ്ടകൾ മാറ്റി കുറച്ച് വലിയ തിരകൾ അതിൽ നിറച്ചു. പുലി കയറിപ്പോയ ആ ഗുഹയുടെ മുന്നിലുള്ള വലിയൊരു കല്ലില്ലേ, അതിന്റെ പിന്നിലേക്ക് പോയിട്ട് അങ്ങ് അവിടെ ഒളിച്ചു നിൽക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ആ കൊച്ചു വേട്ടക്കാരൻ എന്നെ അവിടെ നിർത്തി. ഞാൻ കാണിച്ചു തരാം അവനെ എങ്ങനെ പുറത്ത് ചാടിക്കാമെന്ന്. അവൻ പുറത്ത് ചാടിയാൽ സാബ് കൃത്യമായിട്ട് വെടിവെച്ചാൽ മാത്രം മതി. അതാണ് യഥാർത്ഥ നായാട്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഗുഹയുടെ മുന്നിൽ ചെന്ന് കല്ലെറിയുകയും ഉച്ചത്തിൽ ആ മൃഗത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. അത് ശരിക്കും ഏറ്റു. പ്രകോപിതനായ പുലി ഒരു വലിയ അലർച്ചയോടെ പുറത്തേക്ക് ചാടി. എന്നാൽ പിന്നീട് നടന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. അവൻ ആ ചെറിയ കുട്ടിയുടെ കഴുത്തിൽ കടിച്ചു പിടിച്ച് അവനെയും കൊണ്ട് താഴേക്ക് പാഞ്ഞു. അത് കണ്ട് എന്റെ രക്തം മരവിച്ചുപോയി. ഞാൻ ഉടൻ തന്നെ വെടിയുതിർത്തു. വെടിയേറ്റതുകൊണ്ടാവാം പുലി കുട്ടിയെ ഉപേക്ഷിച്ച് അടുത്തുള്ള കാട്ടിലേക്ക് മറഞ്ഞു. താഴെ ഒരു കുഴിയിൽ വീണ ഖാദറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവൻ രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലിടുകയായിരുന്നു. ആ ധീരനായ അവൻ ഒരിക്കൽ പോലും കരഞ്ഞില്ല. തന്റെ വിധി മനസ്സിലാക്കിയതുപോലെ അവൻ എന്നെ നോക്കി കുറച്ച് വെള്ളം ചോദിച്ചു. ഞാൻ എന്റെ തൊപ്പിയിൽ കുറച്ച് വെള്ളം ശേഖരിക്കാനായി കുനിഞ്ഞപ്പോഴേക്കും തലയ്ക്ക് മുകളിലെ മരക്കൊമ്പിളിൽ നിന്നും ഒരു മുരൾച്ച കേട്ടു. അതാ പുള്ളിപ്പുലി തന്നെയായിരുന്നു. എന്റെ ആദ്യത്തെ ചിന്ത അവിടെ നിന്നും എങ്ങനെയും രക്ഷപ്പെടണം എന്ന് തന്നെയായിരുന്നു. എന്നാൽ എന്റെ ഭയം മനസ്സിലാക്കിയ ഖാദർ എന്നെ വേദനിപ്പിക്കുന്ന ഒരു നോട്ടത്തോടെ ദയനീയമായി ഒന്ന് നോക്കി. ഞാൻ അവന്റെ അരികിലിരുന്ന ശേഷം ചുണ്ടുകളിലെ ചോര തുടച്ചു മാറ്റിയിട്ട് കുറച്ച് വെള്ളം നൽകി. അതവന് വലിയൊരു ആശ്വാസമായിരുന്നു. സാബ്, നിങ്ങൾ ആ മൃഗത്തെ കൊന്നില്ല അല്ലേ? വലിയ കഷ്ടമായി പോയി. അതിന്റെ തോലെടുത്തിട്ട് അച്ഛന് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ഞാൻ മരിച്ചത് ഒരു യഥാർത്ഥ വേട്ടക്കാരനെ പോലെ തന്നെയാണ് എന്ന്. ഞാൻ പുലിയെ ഭയന്നില്ല. അവന്റെ പല്ലുകൾ എന്റെ എല്ലുകൾക്കിടയിലൂടെ തുളച്ചു കയറുമ്പോഴും ഞാൻ കരഞ്ഞില്ല. എന്റെ കത്തി കൊണ്ട് ഞാൻ അവനെ 2 തവണ കുത്തി. നോക്ക് സാബ്, ഇത് അവന്റെ ചോരയാണ്. ഇത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. വലത്ത് കൈയിൽ അവൻ മുറുകെ പിടിച്ചിരുന്ന ആ ചോര പുരണ്ട കത്തി എനിക്ക് നേരെ ഉയർത്തി കാണിച്ചു. എന്റെ അച്ഛന് ഇത് കേൾക്കുമ്പോൾ വലിയ അഭിമാനമായിരിക്കും. പക്ഷെ പാവം അമ്മ, ഞാൻ മരിച്ചു എന്ന് അറിയുമ്പോഴേക്കും അമ്മയുടെ ഹൃദയം തകർന്നു പോകും. അമ്മ ഒരുപാട് കരയും. അപ്പോഴാണ് ആ കുട്ടിയുടെ കണ്ണുകളിൽ നിന്നും ആദ്യമായിട്ട് കണ്ണുനീർ വന്നത്. കുറച്ചുനേരം അവൻ കണ്ണുകൾ അടച്ച് നിശ്ചലനായി കിടന്നു. നീളമുള്ള ആ കൺപീലികൾക്കിടയിലൂടെ കണ്ണുനീർ താഴേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശ്വാസം കിട്ടാതെ അവൻ അലറി വിളിച്ചു, ദേ പുലി വീണ്ടും വന്നു, എന്നെ രക്ഷിക്കൂ സാബ്, എന്നെ രക്ഷിക്കൂ. അവന്റെ പല്ലുകൾ എന്റെ തൊണ്ടയിലുണ്ട്. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരാളെ പോലെ അവൻ കിടന്ന് പിടഞ്ഞു. അവന്റെ കണ്ണുകൾ മുകളിലേക്ക് മറഞ്ഞു. ശരീരമാകെ വിറയ്ക്കുവാൻ തുടങ്ങി. ധീരനായ ആ ചെറിയ കുട്ടി എന്റെ കൈകളിൽ കിടന്നു മരിച്ചു. ഞാനന്ന് വളരെ ചെറുപ്പമായിരുന്നു. ഇത്തരം മരണങ്ങൾ ഞാൻ അധികം കണ്ടിരുന്നില്ല. എന്റെ മനസ്സിൽ അതുണ്ടാക്കിയ ആഘാതം ഒരിക്കലും മായ്ക്കാൻ കഴിയുന്നതല്ല. ഖാദറിന്റെ മുഖം എന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും ഈ ജീവിതത്തിൽ മായില്ല. ഈ സമയം മുഴുവൻ ആ പുള്ളിപ്പുലി ആ കുഴിയുടെ മുകളിൽ എന്റെ തലക്കരിയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. താഴേക്ക് ചാടണോ വേണ്ടയോ എന്ന് അത് ചിന്തിക്കുകയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവനത് ചെയ്തില്ല. 1 മണിക്കൂറോളം ആ മരണഭയത്തിൽ ഞാൻ അവിടെ തന്നെ നിന്നു. ആ സമയത്ത് ഇനി ഒരിക്കലും വേട്ടയ്ക്ക് പോകില്ല എന്ന് ഞാൻ മനസ്സിൽ പലതവണ തീരുമാനിച്ചതാണ്. എന്നാൽ മറ്റ് പല തീരുമാനങ്ങളെയും പോലെ ആദ്യത്തെ അവസരം കിട്ടിയപ്പോൾ തന്നെ ഞാനത് തെറ്റിച്ചു. അവസാനം ആ പുലി അവിടെ നിന്നും നടന്നുപോയി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഖാദറിന്റെ ശരീരവും ചുവന്നുകൊണ്ട് ഒരു വിധത്തിൽ ഞാൻ തിരികെ എത്തുകയും ചെയ്തു. ചാൾസേ, ഈ കഥ നിനക്കൊരു മുന്നറിയിപ്പാകുമെന്ന് ഞാൻ കരുതുകയാണ്. ക്യാപ്റ്റൻ മാൻസ്ഫീൽഡ് ഇതൊരു വല്ലാത്ത കഥയായിപ്പോയി. വലിയൊരു നുള്ളു മൂക്കിപ്പൊടി വലിച്ചെടുത്തുകൊണ്ടാണ് ഡോക്ടർ അത് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധി വെക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോഴും പഴയതിനേക്കാൾ മോശമാണ് സുഹൃത്തെ. നിങ്ങളുടെ മുന്നിൽ കടുവയോ പുലിയോ വരുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണുകൾ തിളങ്ങുന്നതും നിങ്ങൾ കാണിക്കുന്ന ആവേശവും കണ്ടു കഴിഞ്ഞാൽ ആർക്കും പേടിയാവും. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ സമയങ്ങളിൽ ഒരു യഥാർത്ഥ ഭ്രാന്തനാണ്. നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ ഇത് മറ്റുള്ളവർക്ക് വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കടവില്ലാത്ത നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും നാട്ടിലേക്ക് മടങ്ങരുത്. ഇത് കേട്ടിട്ട് കരഞ്ഞ് കണ്ണ് കലങ്ങിയിരുന്ന ചാൾസ് പോലും അറിയാതെ ചിരിച്ചുപോയി. അടുത്ത ദിവസം അതിരാവിലെ തന്നെ അവരുടെ വിശ്വസ്തനായിട്ടുള്ള വഴികാട്ടി കാമ വല്ലാത്തൊരു പരിഭ്രാന്തിയോടെ ക്യാമ്പിലേക്ക് ഓടിയെത്തി. താഴ്വരയിലെ ചെറിയ ഗ്രാമങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് അതിഭീമനായിട്ടുള്ള ഒരു ഒറ്റയാൻ കാട് ഇറങ്ങിയിട്ടുണ്ട്. മതമിളകിയ ആ ഭീകരൻ ഇതിനോടകം തന്നെ പല കുടിലുകളും തകർക്കുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ട ഉടനെ ക്യാപ്റ്റൻ മാൻസ്ഫീൽഡിന്റെ കണ്ണുകളിൽ ആ യഥാർത്ഥ പോരാളിയുടെ ആവേശം ജ്വലിച്ചു. ഇതൊരു സാധാരണ നായാട്ടല്ല ചാൾസ്. മാൻസ്ഫീൽഡ് തന്റെ ഭാരമേറിയ റൈഫിളിൽ തിരകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. മതമിളകിയ ഒരു കാട്ടാന ഈ കാട്ടിലെ സകല ജീവജാലങ്ങൾക്കും ഒരു വലിയ വിപത്താണ്. അവനെ തടഞ്ഞില്ലെങ്കിൽ ഈ പാവപ്പെട്ട ഗ്രാമവാസികളുടെ ജീവൻ തന്നെ അപകടത്തിലാകും.
ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അത് കേട്ട ചാൾസ് യാതൊരു മടിയും കൂടാതെ തന്റെ ഇരട്ടക്കുഴൽ തോക്ക് കയ്യിലെടുത്തു. ലണ്ടനിലെ ആഡംബരങ്ങളിൽ നിന്നും വന്ന ആ പഴയ യുവാവല്ല അവനിപ്പോഴും. കാടിന്റെ നിയമങ്ങളും വന്യമൃഗങ്ങളുടെ കരുത്തും അടുത്തെറിഞ്ഞ അവൻ തികഞ്ഞൊരു വേട്ടക്കാരനായി മാറിയിട്ടുണ്ട്. ഡോക്ടർ മക്ഫിയും അവരോടൊപ്പം ചേർന്നു. കാടിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പോകും തോറും അന്തരീക്ഷം കൂടുതൽ ഇരുണ്ടുവന്നു. കാമ വഴികാട്ടിയായി മുൻപേ തന്നെ ഉണ്ടായിരുന്നു. അതിഭീമമായ വലിപ്പമുള്ള തേക്കിൻ മരങ്ങളും ഇടതൂർന്ന മുളങ്കാടുകളും അവർക്ക് ചുറ്റും ഒരു വൻമതിൽ പോലെ നിന്നു. ആ ഒറ്റയാൻ കടന്നുപോയ വഴികൾ കണ്ടെത്താനായിട്ട് കാമയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വലിയ മരങ്ങൾ വേരോടെ പിഴുതു മാറ്റിയിരിക്കുകയാണ്. പനകൾ തീപ്പൊട്ടിക്കോളുകൾ പോലെ രണ്ടായിട്ട് ഒടിഞ്ഞു കിടക്കുന്നു. മണ്ണിൽ പതിഞ്ഞിടക്കുന്ന ആ കൂറ്റൻ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ ആ മൃഗത്തിന്റെ ഭയാനകമായ വലിപ്പം അവർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഉണങ്ങിയ ഇലകളിൽ ചവിട്ടാതെ കാറ്റിന്റെ ഗതി കൃത്യമായി മനസ്സിലാക്കി അവര് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് ദൂരെ നിന്നും മുളകൾ കൂട്ടത്തോടെ പൊട്ടിത്തകരുന്ന ഒരു ശബ്ദം അവർ കേട്ടു. അതോടൊപ്പം ഭൂമിയെ വിറപ്പിക്കുന്ന രീതിയിൽ ഒരു ചിഹ്നം വിളി. കാമ നിശ്ചലനായി നിന്ന് തന്റെ വിരല് ദൂരേക്ക് ചൂണ്ടി. കുറച്ചകലെ ഇടതൂർന്ന കാടിന്റെ ഉള്ളിൽ ഒരു കറുത്ത പർവ്വതം പോലെ ആ ഭീമൻ ഒറ്റയാൻ നിൽപ്പുണ്ടായിരുന്നു. വായുവിലേക്ക് ഉയർന്നു നിൽക്കുന്ന അവന്റെ കൂറ്റൻ കൊമ്പുകൾ കണ്ടാൽ ആരും ഭയപ്പെട്ടു പോകും. മതജലം ഒഴുകിയിറങ്ങുന്ന അതിന്റെ കവിളുകളും ചുവന്ന കണ്ണുകളും കണ്ടാൽ ആരും ഓടുന്നതിന് മുമ്പ് തന്നെ ബോധം കെട്ടുപോകും. അവന്റെ തലയോട്ടി ഭേദിച്ച് വെടിയുണ്ട തലച്ചോറിലേക്ക് കയറ്റിയാൽ മാത്രമേ അവനെ വീഴ്ത്താൻ കഴിയൂ. മാൻസ്ഫീൽഡ് വളരെ താഴ്ന്ന ശബ്ദത്തിൽ ചാൾസിനോട് മന്ത്രിച്ചു. തുമ്പിക്കൈയും നെറ്റിയും ചേരുന്ന സ്ഥലത്തുള്ള ആ ചെറിയ കുഴിവാണ് ലക്ഷ്യം. ഉന്നം തെറ്റരുത്. അവർ പതുക്കെ മരങ്ങൾക്ക് പിന്നിലൂടെ മുന്നോട്ട് നീങ്ങി. എന്നാൽ കാട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ മൃഗത്തെ കബളിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാറ്റിലൂടെ വന്ന മനുഷ്യന്റെ ഗന്ധം ഒറ്റയാൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ചെവികൾ വായുവിലേക്ക് വിടർത്തി തുമ്പിക്ക് മുകളിലേക്ക് ഉയർത്തി അത് ഭയാനകമായി ചിഹ്നം വിളിച്ചു. കാടിനെ ഒന്നാകെ നടുക്കിയ ആ ശബ്ദത്തിന് പിന്നാലെ മരങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അത് അവർക്ക് നേരെ പാഞ്ഞെടുത്തു. ഭൂമി കുലുങ്ങുന്നത് പോലെയുള്ള ആ വരവ് കണ്ട ഡോക്ടർ മക്ഫി വേഗത്തിൽ ഒരു വലിയ മരത്തിന്റെ പിന്നിലേക്ക് മാറി നിന്നു. ചാൾസിന്റെ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടിയിരുന്നുവെങ്കിലും അവൻ പതറാതെ തന്റെ തോക്ക് ഉയർത്തി. ഒറ്റയാൻ ഏതാനും വാരകൾ മാത്രം അകലെത്തിയ ആ കൃത്യം നിമിഷത്തിൽ ചാൾസ് കാഞ്ചി വലിച്ചു. വെടിയുണ്ട ആനയുടെ നെറ്റിയിൽ തറച്ചെങ്കിലും ലക്ഷ്യം അല്പം മാറിപ്പോയി. അതുകൊണ്ട് തന്നെ അത് തലയോട്ടി ഭേദിച്ച് തലച്ചോറിലേക്ക് കയറിയില്ല. വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും വീണ്ടും ഭയാനകമായി അലറിയ ആ കൊലയാന ഇരട്ടി വേഗതയിൽ ചാൾസിനെ ലക്ഷ്യമാക്കി കുതിച്ചു വന്നു. മരണത്തെ ഇത്രയടുത്ത് കണ്ട ഒരു നിമിഷം ചാൾസിന്റെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലാതെ അവൻ ശില പോലെ അനങ്ങാതെ നിന്നുപോയി. കൃത്യം ആ നിമിഷത്തിൽ യാതൊരു കുലുക്കവുമില്ലാതെ നിന്നിരുന്ന ക്യാപ്റ്റൻ മാൻസ്ഫീൽഡ് മുന്നോട്ട് കയറി നിന്നു. തന്റെ റൈഫിൾ ഒട്ടും വിറയ്ക്കാതെ അദ്ദേഹം തോളിലേക്ക് വെച്ചു. ഒറ്റയാൻ വെറും 10 അടി മാത്രം അകലെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാറിന്റെ ഹൃദയം പിളർത്തിക്കൊണ്ട് മാൻസ്ഫീൽഡിന്റെ തോക്കിൽ നിന്നും തീപ്പൊരി ചിതറി. കൃത്യമായ ലക്ഷ്യത്തോടെ ചീറിപ്പാഞ്ഞ ആ വെടിയുണ്ട ഒറ്റയാന്റെ തുമ്പിക്കൈക്കും നെറ്റിക്കും ഇടയിലുള്ള ആ കുഴിവിനെ ലക്ഷ്യമാക്കി അതിനെ ഭേദിച്ച് തലച്ചോറിലേക്ക് തന്നെ ആഴത്തിൽ തുളച്ചു കയറി. അടുത്ത നിമിഷം വൻമരങ്ങൾ കടപൊഴുകി വീഴുന്നത് പോലെ ഒരു വലിയ ശബ്ദത്തോടെ ഭൂമിയാകെ വിറപ്പിച്ചുകൊണ്ട് ആ ഭീമൻ മൃഗം ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. പൊടിപടലങ്ങൾ അടങ്ങുന്നത് വരെയും അവർ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. അവസാനം എല്ലാം നിശബ്ദമായി. മരത്തിന്റെ പിറകിൽ നിന്നും പതുക്കെ പുറത്തേക്ക് വന്ന ഡോക്ടർ മക്ഫി തന്റെ തൊപ്പിയിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവത്തിന് സ്തുതി, ഇവൻ എന്റെ നേർക്ക് വരാതിരുന്നത് വലിയ കാര്യം. അവർ ആ ഒറ്റയാന്റെ ഭീമാകാരമായിട്ടുള്ള കൊമ്പുകൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. കാടിന്റെ യഥാർത്ഥ അവകാശിയെ വീഴ്ത്തിയതിന്റെ ആവേശത്തെക്കാൾ ഒരു വലിയ ഗ്രാമത്തെ വിനാശം നിന്നും രക്ഷിച്ചതിന്റെ സംതൃപ്തിയായിരുന്നു അവരുടെ മുഖത്ത് അപ്പോഴുണ്ടായിരുന്നത്. കാമയും മറ്റ് സഹായികളും ആ വലിയ കൊമ്പുകൾ മുറിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഈ പോരാട്ടങ്ങൾ കേവലം വിനോദത്തിനപ്പുറം സഹജീവികളെ രക്ഷിക്കാനുള്ള വലിയൊരു കർമ്മം കൂടിയാണെന്ന് ചാൾസ് വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. രക്തവും പൊടിയും നിറഞ്ഞ ആ കാട്ടുപാതകളിലൂടെ വിജയശ്രീലാളിതരായിട്ട് അവർ തങ്ങളുടെ ക്യാമ്പിലേക്ക് മടങ്ങി. അന്നത്തെ കനത്ത ചൂടുള്ള പകല് അങ്ങനെ അവസാനിച്ചു. കാടിന്റെ ഉഷ്ണതയിൽ നിന്നും രക്ഷ നേടാനും അടുത്ത വേട്ടയിടമായിട്ടുള്ള പുതിയ താഴ്വരയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാനും വേണ്ടിയിട്ട് ക്യാപ്റ്റൻ മാൻസ്ഫീൽഡ് രാത്രിയിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അതിനായിട്ട് അവർ കൂടാരങ്ങൾ അഴിച്ചു മാറ്റി കാളവണ്ടികളിൽ കയറ്റി. നാട്ടുകാരായിട്ടുള്ള സഹായികൾ പന്തം കൊളുത്തി അവർക്ക് ചുറ്റും അണിനിരന്നു. വിശ്വസ്തരായിട്ടുള്ള വഴികാട്ടുകൾ കാമയും അയ്യപ്പയും ഇരുട്ടിൽ ഒരു നിഴല് പോലെ മുന്നിൽ നടന്നു. മാൻസ്ഫീൽഡും ചാൾസും ഡോക്ടർ മക്ഫിയും തങ്ങളുടെ കുതിരപ്പുറത്തേറി ആ ഇരുണ്ട കാട്ടുപാതയിലുള്ള യാത്ര ആരംഭിച്ചു. പകൽ സമയത്തെ ശാന്തത മാറി കാട് പതുക്കെ ഉണരുകയായിരുന്നു. പന്തങ്ങളുടെ വെളിച്ചത്തില് വലിയ വലിയ മരങ്ങളുടെ നിഴലുകൾ ഭയാനകമായ രൂപങ്ങളെ പോലെയാണ് തോന്നിപ്പിച്ചത്. ഇലകളുടെ ഓരോ ചെറിയ ചെറിയ അനക്കവും വലിയ ശബ്ദമായിട്ട് അവർക്ക് തോന്നി. ഉറുക്കന്മാരുടെ കൂട്ടക്കരച്ചിലും രാത്രി പക്ഷികളുടെ വിചിത്രമായിട്ടുള്ള മുക്കലും മൂളലും ഒക്കെ അന്തരീക്ഷത്തെ കൂടുതൽ ഭയപ്പെടുന്നതാക്കി മാറ്റി. ഇരുട്ടിലൂടെ യാത്ര ചെയ്യുന്നത് ഡോക്ടർ മക്ഫിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. തന്റെ പഴയ തോക്ക് നെഞ്ചോട് മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം കുതിരപ്പുറത്തിരുന്നുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഓരോ ചൂട് വെക്കുമ്പോഴും ഏതെങ്കിലും മരക്കൊമ്പിൽ നിന്നും ഒരു പാമ്പോ പുലിയോ തന്റെ മേലേക്ക് വീഴുമെന്ന് അദ്ദേഹം ഭയന്നു. ക്യാപ്റ്റൻ, ഇതൊരു ആപൽക്കരമായ യാത്രയാണ്, ഡോക്ടർ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഈ ഇരുട്ടില് ഒരു പുലി നമ്മുടെ മേൽ ചാടി വീണാൽ അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല.
എന്റെ പൊന്നു ഡോക്ടറെ, നിങ്ങൾ പേടിക്കാതിരിക്കെ. നമ്മുടെ പന്തങ്ങളുടെ വെളിച്ചവും ബഹളവും കണ്ട് വന്യമൃഗങ്ങൾ തനിയെ വഴിമാറിക്കൊള്ളും. കാടിന്റെ ഈ രാത്രി സൗന്ദര്യം ആസ്വദിക്കുക. ഭയം വെറും ഒരു തോന്നൽ മാത്രമാണ്. എന്നാൽ ചാൾസിന് ആ യാത്ര വലിയൊരു അനുഭവമായിരുന്നു. ലണ്ടനിലെ സുരക്ഷിതമായിട്ടുള്ള രാത്രികളിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ഇന്ത്യൻ കാടുകളിലെ ഇരുട്ട്. ഓരോ കാൽവെപ്പിലും മരണം പതിയിരിക്കുന്ന ഒരു നിഗൂഢ ലോകം. പെട്ടെന്ന് ദൂരെ നിന്നും കാടിനെ നടുക്കിക്കൊണ്ട് ഭയാനകമായ ഒരു അലർച്ച ഉയർന്നു. അത് കാട്ടിലെ രാജാവിന്റെ ഒരു കടുവയുടെ ഗർജനമായിരുന്നു. കുതിരകൾ ഭയം കൊണ്ട് പിന്തിരിയുവാൻ തുടങ്ങി. കാളകൾ വിരണ്ടോടുവാൻ ശ്രമിച്ചു. പന്തങ്ങൾ പിടിച്ചിരുന്ന സഹായികളുടെ മുഖത്ത് വല്ലാത്തൊരു മരണഭയം നിഴലിച്ചു. അവരിൽ പലരും കയ്യിലിരിക്കുന്ന സാധനങ്ങൾ താഴെയിട്ട് ഓടാൻ തയ്യാറെടുക്കുകയായിരുന്നു. എല്ലാവരും നിൽക്ക്, മാൻസ്ഫീൽഡ് കർശനമായ നിർദ്ദേശം നൽകി. കുതിരകളെ ശാന്തമാക്കി അദ്ദേഹം തന്റെ തോക്ക് തയ്യാറാക്കി. കാമ ഒരു പന്തവും കയ്യിലേന്തി മുന്നോട്ട് നടന്നു. ആ ഇരുണ്ട കാട്ടുപാതയുടെ വശങ്ങളിലുള്ള ഇടതൂർന്ന മുളങ്കാടുകൾക്കിടയിൽ തിളങ്ങുന്ന രണ്ട് വലിയ പച്ചക്കണ്ണുകൾ അപ്പോഴാണ് അവർ കണ്ടത്. ചാൾസ് തന്റെ ഇരട്ടക്കുഴൽ തോക്ക് തോളിലേക്ക് എടുത്തു വെച്ചു. അവന്റെ വിരലുകൾ കാഞ്ചിയിൽ സാവധാനം അമർന്നു. എന്നാൽ മാൻസ്ഫീൽഡ് അവനെ തടഞ്ഞു. ചാൾസ് ഇരുട്ടിൽ വെടിവെക്കുന്നത് അപകടം നിറഞ്ഞ പണിയാണ്. അവന് കൃത്യമായിട്ട് മുറിവേറ്റില്ലെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ അവൻ നമ്മെ തീർത്ത് കളയും. പന്തങ്ങൾ ഉയർത്തിപ്പിടിക്കുക, തീയും ശബ്ദവും അവനെ ഭയപ്പെടുത്തും. മാൻസ്ഫീൽഡിന്റെ നിർദ്ദേശപ്രകാരം ആളുകൾ പന്തങ്ങൾ വീശിക്കൊണ്ട് ഉച്ചത്തിൽ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ചെണ്ടകൂട്ടിയും പാത്രങ്ങൾ കൂട്ടിയടിച്ചുമൊക്കെ അവർ കാടിനെ ശബ്ദമുഖരിതമാക്കി. ഡോക്ടർ മക്ഫിയും തന്റെ കഴിവിന്റെ പരമാവധി ഉച്ചത്തിൽ അലറി വിളിച്ചു. തീയുടെ വെളിച്ചവും മനുഷ്യരുടെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ബഹളവും കടുവയെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാക്കി. വീണ്ടും കുറച്ചു നേരം കൂടി തിളങ്ങുന്ന ആ കണ്ണുകൾ അവിടെ തന്നെ നിന്നെങ്കിലും പെട്ടെന്നൊരു പരുക്കൻ മുരൾച്ചയോടെ ആ കടുവ കാടിന്റെ ഇരുളിലേക്ക് തന്നെ മടങ്ങി. ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം ദൂരേക്ക് അലിഞ്ഞില്ലാതായി കഴിഞ്ഞപ്പോഴേക്കുമാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീണത്. കർത്താവെ, എന്റെ ഹൃദയം നിലച്ചുപോയെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ടാണ് ഡോക്ടർ അത് പറഞ്ഞത്. ഇനി ഒരു രാത്രി യാത്രയ്ക്ക് പണം തന്നാൽ പോലും ഞാൻ വരില്ല. ഡോക്ടറെ, ഇതാണ് കാട്ടിലെ യഥാർത്ഥ രാത്രികൾ. മാൻസ്ഫീൽഡ് ശാന്തനായി പറഞ്ഞു. ഇവിടെ നമ്മളല്ല, അവരാണ് യഥാർത്ഥ യജമാനന്മാര്. പ്രകൃതിയുടെ ഈ നിയമങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. മണിക്കൂറുകൾ നീണ്ട ആ ഭയാനകമായ യാത്രക്കൊടുവില് കിഴക്കൻ മലനിരകളിൽ വെള്ളിത്തിളക്കം വീണു തുടങ്ങി. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ കാടിന്റെ ഭീകരതയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കി. പക്ഷികളുടെ ചിലപ്പുകൾ രാത്രിയുടെ നിശബ്ദതയെ മാറ്റിമറിച്ചു. ഒരു വലിയ പുൽമേടിന്റെ നടുവിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കാട്ടരുവിയുടെ തീരത്താണ് അവരെത്തിച്ചേർന്നത്. അതായിരുന്നു അവരുടെ പുതിയ ക്യാമ്പ്. രാത്രി മുഴുവൻ നീണ്ട ആ ഭയാനകമായ യാത്രയുടെ ക്ഷീണം മറന്ന് സുരക്ഷിതമായിട്ടുള്ള ആ പുതിയ താവളത്തിൽ അവർ തങ്ങളുടെ കൂടാരങ്ങൾ പണിതുയർത്തി. അതൊരു മനോഹരമായ സ്ഥലമായിരുന്നു. വലിയ കാട്ടരുവിയുടെ തീരത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഭീമാകാരങ്ങളായിട്ടുള്ള ആൽമരങ്ങളുടെ തണലില് സഹായികളായിട്ടുള്ള അയ്യപ്പയും കാമയും അതിവേഗത്തിൽ കൂടാരങ്ങൾ വലിച്ചു കിട്ടി. ദിവസങ്ങൾ നീണ്ട കഠിനമായ യാത്രകൾക്കും വേട്ടയാടലുകൾക്കും ശേഷം പ്രകൃതിയുടെ മഴത്തട്ടിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്രമം, അതായിരുന്നു ക്യാപ്റ്റൻ മാൻസ്ഫീൽഡിന്റെ ലക്ഷ്യം. അരുവിയിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ക്ഷീണമയറ്റിയ ശേഷം അവര് പ്രഭാത ഭക്ഷണത്തിനായിട്ട് ഒത്തുചേർന്നു. ലണ്ടനിൽ നിന്നുള്ള പഴയ ഓർമ്മകളെല്ലാം ചാൾസിന്റെ മനസ്സിൽ നിന്നും ഇതിനോടകം മാഞ്ഞു പോയിരുന്നു. പരുക്കൻ വസ്ത്രങ്ങളും വെയിലേറ്റ് കരുവാളിച്ച മുഖവും അവനെ യഥാർത്ഥ ഒരു ശിക്കാരിയാക്കി മാറ്റിയിരുന്നു. ചൂടുള്ള കാപ്പി കുടിച്ചുകൊണ്ട് ചാൾസ് ആ കാടിന്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിച്ചു. ഈ വിശ്രമം നമുക്ക് ആവശ്യമായിരുന്നു, തന്റെ സിഗാർ പുകച്ചുകൊണ്ട് മാൻസ്ഫീൽഡ് പറഞ്ഞു. ഒരു വേട്ടക്കാരന്റെ ശരീരം ഇരുമ്പ് പോലെ ഉറച്ചതായിരിക്കണം, എന്നാൽ അവന്റെ മനസ്സ് കാറ്റിനെ പോലെ ശാന്തവുമായിരിക്കണം. തുടർച്ചയായിട്ടുള്ള പോരാട്ടങ്ങൾ നമ്മളെ തളർത്തും. കാടിന്റെ ഈ സംഗീതം കേട്ട് വിശ്രമിക്കുന്നത് അടുത്ത വലിയ വെല്ലുവിളിക്കുള്ള തയ്യാറെടുപ്പാണ്. ഇതേ സമയം അല്പം അകലെ ഡോക്ടർ മക്ഫി തന്റേതായ ലോകത്തായിരുന്നു. തന്റെ വലിയ കണ്ണട മൂക്കിൻ തുമ്പിലേക്ക് വെച്ച് കാട്ടുപുലികൾക്കിടയിൽ നിന്നും എന്തോ തിരയുകയാണ് അദ്ദേഹം. തന്റെ പഴയ തോക്ക് ഒരു മരച്ചുവട്ടിൽ സുരക്ഷിതമായിട്ട് ചാരി വെച്ചിട്ടുണ്ട്. പുതുതായിട്ട് കിട്ടിയ അപൂർവ ഇനം ചിത്രശലഭങ്ങളെയും വണ്ടുകളെയും പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഡോക്ടർ. പെട്ടെന്ന് ഡോക്ടറുടെ തൊപ്പിക്ക് മുകളിലേക്ക് ഒരു മരക്കൊമ്പിൽ നിന്നും ഒരു കുരങ്ങ് ചാടി വീണു. കണ്ണുമ വെട്ടുന്ന സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ കണ്ണടയും തട്ടിയെടുത്തുകൊണ്ട് അത് മുകളിലേക്ക് വലിഞ്ഞു കയറി. എന്റെ കണ്ണട ഇങ്ങ് താടാ കുരങ്ങെ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അലറി. താഴെ കിടന്ന ഒരു വലിയ കമ്പെടുത്ത് അദ്ദേഹം കുരങ്ങിന് നേരെ ദേഷ്യത്തോടെ വീശി. എന്നാൽ അവനാകട്ടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള മരക്കൊമ്പിൽ ഇരുന്നുകൊണ്ട് ആ കണ്ണട തിരിച്ചും മറിച്ചും നോക്കുകയും അദ്ദേഹത്തെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയും ചെയ്തു. ഡോക്ടറുടെ ഈ അവസ്ഥ കണ്ടിട്ട് മാൻസ്ഫീൽഡിനും ചാൾസിനും ചിരി അടക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവില് കാമ കുറച്ച് പഴങ്ങൾ കാണിച്ചിട്ട് കുരങ്ങനെ പ്രലോഭിച്ചിട്ടാണ് ആ വിലപ്പെട്ട കണ്ണട തിരികെ വാങ്ങിയത്. അങ്ങനെ കുറച്ചു നാള് അവർ ആ ക്യാമ്പിൽ തന്നെ വിശ്രമിച്ചു. ഇതിന്റെ ഇടയിലാണ് കാമയും ഇസ്മയിലും മറ്റൊരു രസകരമായ കാര്യം മാൻസ്ഫീൽഡിനോട് പറഞ്ഞത്. കുറച്ച് ദൂരെ അതിപുരാതനവും പൗത്രവുമായിട്ടുള്ള ഒരു ഗ്രാമമുണ്ട്. ആ പ്രദേശത്ത് പുറം ലോകത്തുള്ള മനുഷ്യർ അധികം കടന്നു ചെല്ലാറില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള മൃഗങ്ങൾക്ക് ഇതുവരെയും ഒരു തോക്കിന്റെ ശബ്ദം പോലും കേൾക്കേണ്ടി വന്നിട്ടില്ല. അതിനാൽ തന്നെ അവിടുത്തെ വന്യതയ്ക്ക് ഒരു ദൈവികമായ പരിവേഷമാണ് ഉള്ളത്. സംഭവം കൊള്ളാലോ. മാൻസ്ഫീൽഡിന്റെ കണ്ണുകൾ ആകാംക്ഷയോടെ തിളങ്ങി. അങ്ങനെ അടുത്ത ദിവസം പുലർച്ചെ തന്നെ അവര് തങ്ങളുടെ പുതിയ യാത്ര ആരംഭിച്ചു. ഇത്തവണ അവരുടെ യാത്ര മുൻപത്തേക്കാളും ദുഷ്കരമായിരുന്നു. ഇടതൂർന്ന മരങ്ങളും കുത്തനെയുള്ള പാറക്കെട്ടുകളും ഓരോ ചൂടിലും അവർക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തി. വെളിച്ചം പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന വനത്തിലൂടെ അവർ വളരെ പതുക്കെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി.
കാമ എല്ലാം നോക്കി മുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൂരെ നിന്നും വിചിത്രമായിട്ടുള്ളൊരു ശബ്ദം കേട്ടു. വലിയ മരങ്ങളുടെ ചില്ലകൾ അതിശക്തമായിട്ട് ഒടിയുന്ന ശബ്ദമായിരുന്നു അത്. അതൊരു വലിയ കാട്ടാനക്കൂട്ടമായിരുന്നു. മാൻസ്ഫീൽഡും സംഘവും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. മാൻസ്ഫീൽഡ് വേഗത്തിൽ കാറ്റിന്റെ ഗതി പരിശോധിച്ചു. ഭാഗ്യവശാല് കാറ്റ് അവർക്ക് അനുകൂലമായിരുന്നു. ആരും ഒരക്ഷരം പോലും മിണ്ടരുതെന്നും കയ്യിലിരിക്കുന്ന തോക്കുകൾക്ക് ഒരു കാട്ടാനക്കൂട്ടത്തെ തടയാൻ കഴിയില്ല എന്നും മാൻസ്ഫീൽഡ് എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ആ ആനക്കൂട്ടത്തിന് മുന്നിലായി നടന്നിരുന്നത് ചെറുപ്പക്കാരനായിട്ടുള്ള വലിയൊരു കൊമ്പനായിരുന്നു. മണ്ണിൽ ഉരയുന്നത്ര നീളമുള്ള വെളുത്ത കൊമ്പുകളുള്ള ആ ജീവിയുടെ ഗാംഭീര്യം ആരെയും ഭയപ്പെടുന്ന ഒന്ന് തന്നെയായിരുന്നു. ആനക്കൂട്ടം പൂർണ്ണമായും കടന്നു പോയെന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. മണിക്കൂറുകൾ നീണ്ട ആ ദുഷ്കരമായ യാത്രക്കൊടുവിലെ ഇളടഞ്ഞ കാട്ടുപാതകൾ അവസാനിച്ചത് അതിമനോഹരമായ ഒരു താഴ്വരയിലേക്കായിരുന്നു. ദൂരെ നിന്ന് ഒഴുകിയെത്തുന്ന ഒരു കാട്ടരുവിയുടെ നേർത്ത ശബ്ദം അവരുടെ കാതുകളിൽ സംഗീതം പോലെ പതിച്ചു. ചുറ്റും ആകാശം മുട്ടെ മലനിരകൾ കാവൽ നിൽക്കുന്ന ആ താഴ്വരയുടെ കൃത്യം മധ്യത്തിലായിട്ട് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നിൽക്കുന്ന ഒരു ഗ്രാമം അവർ കണ്ടു. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ എത്തിയ ഉടൻ തന്നെ കാമ തന്റെ തലപ്പാവ് അഴിച്ചു മാറ്റിയിട്ട് ഭക്തിയോടെ തല കുനിച്ചു. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം താഴെ വെച്ചു. ഈ പവിത്ര ഭൂമിയിൽ മൃഗങ്ങളെയോ പക്ഷികളെയോ വേട്ടയാടാൻ പാടില്ല എന്നും ആയുധങ്ങൾ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പു നൽകിയാൽ മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് ആളുകൾ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. മാൻസ്ഫീൽഡ് സമ്മതഭാവത്തിൽ തന്റെ തോക്കിലെ തിരകൾ മാറ്റി സഞ്ചിയിലേക്ക് വെച്ചു. ചാൾസും ഡോക്ടർ മക്ഫിയും അതുപോലെ തന്നെ ചെയ്തു. ഗ്രാമമധ്യത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ ആൽമരവും അതിന്റെ ചൂട്ടിലായിട്ട് കല്ലിൽ കുത്തിയെടുത്ത ഒരു ചെറിയ ക്ഷേത്രവും ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രായം ചെന്ന ഒരു പൂജാരി അവരെ സ്വീകരിക്കാനായിട്ട് മുന്നോട്ടേക്ക് വന്നു. സമാധാനം ആഗ്രഹിച്ചു വരുന്ന ആരെയും ഈ ഗ്രാമം മടക്കി അയക്കാറില്ല എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. എന്നാൽ പിറ്റേന്ന് പ്രഭാതത്തില് ആ ഗ്രാമത്തിൽ കണ്ട കാഴ്ച അവരെ വീണ്ടും ഞെട്ടിച്ചു. സൂര്യകിരണങ്ങൾ സുവർണ ശോഭയോടെ പതിച്ച ആ താഴ്വരയില് ഗ്രാമവാസികൾ എല്ലാവരും ഭക്തിയോടെ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് തിക്കിത്തിരകി വരികയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ചാൾസും സംഘവും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് കാടിന്റെ അതിർത്തിയിൽ നിന്നും അതിഗാംഭീര്യത്തോടെ രാജകീയമായ ചൂടുവെപ്പുകളോടെ ഒരു മൃഗം ഗ്രാമത്തിലേക്ക് കടന്നു വന്നത്. അതൊരു കൂറ്റൻ കടുവയായിരുന്നു. എന്നാൽ അതൊരു നരഭോജിയായിരുന്നില്ല. തിളങ്ങുന്ന സ്വർണ്ണ നിറവും ശാന്തതയും നിറഞ്ഞ ഒരു യഥാർത്ഥ കാട്ടുരാജാവ്. ഗ്രാമവാസികൾ ആ ക്ഷേത്ര കടുവയെ ഭക്തിയോടെ വണങ്ങി. അതാരെയും ഉപദ്രവിക്കാതെ നേരെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് നടന്നു. പൂജാരി അന്ന് കഴിക്കുവാനായിട്ട് മാംസം നൽകുന്നത് കണ്ട് ചാൾസ് ശരിക്കും ഞെട്ടി. എന്നാൽ പെട്ടെന്ന് ആ കടുവയുടെ ശ്രദ്ധ തിരിഞ്ഞത് ഇപ്പോൾ വന്നു നിൽക്കുന്ന ഈ അതിഥികളുടെ നേർക്കാണ്. അവരുടെ സാന്നിധ്യം അതിനെ പ്രകോപിപ്പിച്ചു. അത് മാംസം തിന്നുന്നത് നിർത്തിയിട്ട് ചാൾസിനെ ലക്ഷ്യമാക്കി പതുക്കെ നടന്നു വരുവാൻ തുടങ്ങി. മരണഭയം കൊണ്ട് ചാൾസിന്റെ കൈകൾ അറിയാതെ തന്നെ അവന്റെ തോക്കിലേക്ക് നീണ്ടു. എന്നാൽ മാൻസ്ഫീൽഡ് അവനെ ശാസിച്ചു. ആയുധം ഉപയോഗിക്കില്ല എന്ന് സത്യം ചെയ്ത ആ മണ്ണില് നമ്മൾ വെടിവെച്ചാല് ആ ഗ്രാമവാസികൾ നമ്മെ ജീവനോടെ വിടില്ല. തോക്ക് താഴെയിടാനും അനങ്ങാതെ കടുവയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുവാനും മാൻസ്ഫീൽഡ് നിർദ്ദേശിച്ചു. രക്തം മരവിച്ചു പോകുന്ന ആ നിമിഷത്തില് ചാൾസ് തന്റെ തോക്ക് സാവധാനം നിലത്തേക്ക് വെച്ചു. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ ആ മൃഗത്തിന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. കടുവയുടെ ശ്വാസത്തിന്റെ ചൂട് ചാൾസിന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ നിമിഷങ്ങൾ ഒരു യുഗം പോലെയാണ് ചാൾസിന് തോന്നിയത്. പെട്ടെന്ന് ആ ക്ഷേത്രത്തിലെ പൂജാരി അവരുടെ ഇടയിലേക്ക് വളരെ ശാന്തനായി നടന്നു വന്നു. അദ്ദേഹം തന്റെ കൈ ആ കടുവയുടെ തലയിൽ മൃദുവായിട്ടൊന്ന് തലോടി. അതോടുകൂടി കാടിനെ വെറുപ്പിക്കുന്ന ആ ജീവി ഒരു വളർത്തുനായയെ പോലെ അനുസരണയോടെ അയാളുടെ കൂടെ തിരിഞ്ഞു നടന്നു. ഭയാനകമായ ഈ ഒരു സംഭവത്തിന് ശേഷം ക്യാപ്റ്റൻ മാൻസ്ഫീൽഡും സംഘവും നീലഗിരി കുന്നുകളിലെ കണ്ടോൺമെന്റിലേക്ക് മടങ്ങുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അവരുടെ യാത്ര അവസാനിക്കുകയാണ്. ദിവസങ്ങൾ നീണ്ട ആ വനവാസം അവരെ ശാരീരികമായിട്ട് വല്ലാതെ തളർത്തിയിരുന്നുവെങ്കിലും മാനസികമായിട്ട് അവർ വലിയൊരു വിജയത്തിന്റെ കൊടുമുടിയിലായിരുന്നു. അവസാനം കാളവണ്ടികളിൽ തങ്ങളുടെ കൂടാരങ്ങളും മറ്റും വഹിച്ചുകൊണ്ട് അവര് മലകയറ്റം ആരംഭിച്ചു. കുതിരപ്പുറത്തേറി കുത്തനെയുള്ള മലമ്പാതകളിലൂടെ മുകളിലേക്ക് കയറുമ്പോഴേക്കും ചാൾസ് തന്നിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയായിരുന്നു. ലണ്ടനിലെ ആഡംബരങ്ങളിൽ നിന്ന് വന്ന ആ പഴയ ഭയചകിതനായിട്ടുള്ള യുവാവ് ഇന്ന് മണ്ണിൽ അലിഞ്ഞില്ലാതായിരിക്കുന്നു. പകരം വെയിലേറ്റ് കരിവാളിച്ച മുഖവും ഏത് വന്യമൃഗത്തെയും നേടാനുള്ള ചങ്കൂറ്റമുള്ള ഒരു യഥാർത്ഥ വേട്ടക്കാരനായിട്ട് അവൻ മാറിക്കഴിയും. അങ്ങനെ ഒടുക്കം അവർ ഊട്ടിയിലെ കുന്നൂരിലെ ആ കന്റോൺമെന്റ് ക്യാമ്പിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നാണ് അവർ യാത്ര തുടങ്ങിയത്. തണുത്ത കാറ്റ്, മഞ്ഞ്, ചിമ്മിനികളിൽ നിന്നും പോയി ഉയരുന്ന ചെറിയ കോട്ടേജുകൾ, പൂക്കൾ നിറഞ്ഞ തോട്ടങ്ങൾ, ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊടുങ്കാട്ടിൽ നിന്നും പെട്ടെന്നൊരു സ്വപ്ന ലോകത്തേക്ക് എത്തിയതുപോലെയാണ് അവർക്ക് തോന്നിയത്. കൂടാരങ്ങളിലെ പരുക്കൻ ജീവിതത്തിൽ നിന്നും തിരികെ വീട്ടിലെ ഊഷ്മളതയിലേക്ക് മടങ്ങുവാൻ പോകുവാണെന്ന ചിന്ത എല്ലാവരിലും വലിയൊരു ആശ്വാസം നൽകി. അവരുടെ കുതിരകൾ യാത്ര തുടങ്ങിയ ആ വലിയ ബംഗ്ലാവിന്റെ മുറ്റത്ത് വന്ന് നിന്നതും വാതിൽ തുറന്ന് വളരെ ആകാംക്ഷയോടെ ഒരാൾ പുറത്തേക്ക് ഓടി വന്നു. അത് സുന്ദരിയായ കെയ്റ്റ് ആയിരുന്നു. ദിവസങ്ങളോളം കാട്ടിൽ കഴിഞ്ഞ തന്റെ പ്രിയപ്പെട്ട ആളുകൾ സുരക്ഷിതരായി തിരികെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അവൾ ഓടി വന്ന് ലോറിമറയെയും മാൻസ്ഫീൽഡിനെയും കെട്ടിപ്പിടിച്ചു. എന്നാൽ അവളുടെ കണ്ണുകൾ തെരിയുന്നത് മറ്റൊരാളെയാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ചാൾസ് കുതിരയുടെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് അവളുടെ അരികിലേക്ക് സാവധാനം നടന്നു ചെന്നു. കടുവയെയും കാട്ടുപോത്തിനെയും നേരിട്ടപ്പോൾ പോലും പതറാത്ത അവന്റെ ഹൃദയം ആ സ്നേഹം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ ഇടിക്കുവാൻ തുടങ്ങി. കേറ്റിന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. പരുക്കനായ ഒരു വേട്ടക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്ന ചാൾസിനെ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു.
അവനിലെ മാറ്റം അവളെ ശരിക്കും അതിശയിപ്പിച്ചു കളഞ്ഞു. ഈ മനോഹരമായ രംഗം കണ്ട് ഡോക്ടർ മക്ഫി തന്റെ വലിയ കണ്ണട ഒന്ന് ശരിയാക്കിക്കൊണ്ട് ഉറക്കെ ചിരിച്ചു. കാട്ടിലെ മൃഗങ്ങളെ തോൽപ്പിച്ച നമ്മുടെ വീരനായകൻ ഇതാ ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾക്ക് മുന്നിൽ യാതൊരു ആയുധവും ഇല്ലാതെ പൂർണ്ണമായിട്ട് കീഴടങ്ങുന്നു. എങ്കിലും കുട്ടി, ഒരു കാര്യം പറയാതെ വയ്യ, നിന്റെ ഈ പയ്യനുണ്ടല്ലോ ഇപ്പോൾ പഴയാളല്ല. അവൻ ഞങ്ങളുടെ ജീവൻ വരെയും രക്ഷിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ കേറ്റ് വലിയ അഭിമാനത്തോടെ ചാൾസിനെ ഒന്ന് നോക്കി. തണുത്ത കാറ്റ് വീശുന്ന ആ വൈകുന്നേരത്ത് വീടിന്റെ ഉള്ളിലെ നെരിപ്പൊടിന് ചുറ്റുമിരുന്ന് ചാൾസ് തന്റെ നായാട്ട് വീരകഥകൾ അവളോട് പങ്കുവെച്ചു. അപകടം പിടിച്ച കാട്ടുപാതകളിൽ നിന്നും പ്രണയത്തിന്റെ നിമിഷങ്ങളിലേക്കുള്ള ആ മടക്കം ചാൾസിന്റെ ജീവിതത്തിന് പുതിയൊരു ഊർജ്ജം നൽകുകയായിരുന്നു. ഇനി ഇംഗ്ലണ്ടിൽ ചെന്ന് തന്റെ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വേട്ടക്കഥകളുടെ കെട്ടുകൾ അഴിക്കണം. തൽക്കാലം ഗുഡ് ബൈ നീലഗിരി. മേജർ വാൾട്ടർ കാമ്പൽ എഴുതിയ ദി ഓൾഡ് ഫോറസ്റ്റ് റേഞ്ചർ ഓർ വൈൽഡ് സ്പോർട്സ് ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ കേട്ട രസകരമായിട്ടുള്ള വനയാത്ര എടുത്തിട്ടുള്ളത്. ഊട്ടിക്കടുത്തുള്ള കുന്നൂരിലെ ബ്രിട്ടീഷ് മിലിറ്ററി ക്യാമ്പായിരുന്ന വെല്ലിംഗ്ടൺ കണ്ടോൺമെന്റിൽ നിന്നാണ് 1800കളുടെ തുടക്കത്തിൽ ഈ യാത്ര ആരംഭിക്കുന്നത്. വെല്ലിംഗ്ടൺ കണ്ടോൺമെന്റ് 1852 ശരിക്കും സ്ഥാപിക്കുന്നത്. എന്നാൽ കഥ നടക്കുന്നത് അതിനു മുമ്പാണ്. അതായത് 1800കളുടെ തുടക്കത്തിൽ തന്നെ കുന്നൂരിൽ ഒരു ബ്രിട്ടീഷ് മിലിറ്ററി ക്യാമ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ ബുക്ക് എഴുതിയ മേജർ വാൾട്ടർ കാമ്പല് ജംഗിൾ വാല എന്നാണ് ആളുകളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന് നീലഗിരിയിൽ വെച്ച് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുള്ള ഹണ്ടിങ് എക്സ്പീരിയൻസ് ഒരു കഥ പോലെ തുടർച്ചയായിട്ട് ഒരു നൂലിൽ ചേർത്ത് എഴുതുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ താൻ ഉൾപ്പെടെയുള്ളവരുടെ യഥാർത്ഥ പേരുകളല്ല അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് അക്കാലത്തെ ഒരു ശൈലിയായിരുന്നു. ഞാൻ ചെയ്തു എന്നതിന് പകരം മറ്റൊരാൾ ചെയ്തു എന്ന് എഴുതിയാൽ ഇത് സ്വയം വീമ്പളിക്കലല്ല എന്ന് ആളുകൾക്ക് തോന്നും എന്ന കാഴ്ചപ്പാടാണ് ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. അക്കാലത്തുണ്ടായിരുന്ന പല വേട്ടക്കാരും തങ്ങളുടെ ബുക്കുകൾ ഇതേ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ കഥയിൽ ഫിക്ഷണൽ പേരുകളിൽ യഥാർത്ഥ ആളുകൾ തന്നെയാണ് ഉള്ളത്. കഥ മുഴുവനും കേട്ടിട്ട് ഇക്കൂട്ടത്തിൽ ഗ്രന്ഥകർത്താവായിട്ടുള്ള വാൾട്ടർ കാമ്പൽ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കേണ്ട പണി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഏത് രീതിയിൽ എഴുതിയാലും അക്കാലത്തെ നീലഗിരി മലനിരകളെക്കുറിച്ചും അവിടുത്തെ വന്യജീവികളെക്കുറിച്ചും ആദിവാസികളെക്കുറിച്ചും വിശദമായ ഒരു ചിത്രം ദി ഓൾഡ് ഫോറസ്റ്റ് റേഞ്ചർ എന്ന ഈ ബുക്ക് നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ ചിലത് കുറച്ച് അതിശയോക്തി കലർത്തി തന്നെയാണ് ഇദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ക്ഷേത്രക്കടുവ. പൂർണ്ണ വളർച്ചയെത്തിയ സ്വതന്ത്രനായിട്ട് നടക്കുന്ന ഒരു കാട്ടുകടുവ ഗ്രാമമധ്യത്തിലേക്ക് ഒരു വളർത്തുനായെ പോലെ ഇറങ്ങി വരികയും പൂജാരിയുടെ കയ്യിൽ നിന്നും ആഹാരമായും കഴിക്കുകയും ചെയ്യുക എന്നത് വന്യജീവികളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രകൃതത്തിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഈ കഥയ്ക്ക് പിന്നിൽ അക്കാലത്തെ ചില യഥാർത്ഥ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ട്. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും നീലഗിരി പർവ്വതനിരകളിലെയും കാടുകളോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിൽ വന്യമൃഗങ്ങളെ, പ്രത്യേകിച്ച് കടുവകളെയും പുലികളെയും ദൈവമായിട്ട് ആരാധിക്കുന്ന സമ്പ്രദായം പണ്ട് കാലം മുതൽക്കേ ഉള്ളതാണ്. മഹാരാഷ്ട്രയിലെയും ഗോവയിലെയും കാട്ടുഗ്രാമങ്ങളിൽ ഇന്നും കാണുന്ന വഖോബ എന്ന് പറഞ്ഞ രീതിയിലുള്ള ആരാധനയും കർണാടകയിലെ ഹുലിയമ്മ അല്ലെങ്കിൽ ഹുലിഗമ എന്നറിയപ്പെടുന്ന അഥവാ കടുവയെ ആരാധിക്കുന്ന രീതികളും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. കാടിന്റെ അതിർത്തിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വന്യമൃഗങ്ങളോടുള്ള ഭയത്തിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും ഒക്കെയാണ് ഇത്തരം വിശ്വാസങ്ങൾ ജനിക്കുന്നത്. തങ്ങളുടെ ഗ്രാമത്തെയും കന്നുകാലികളെയും സംരക്ഷിക്കുവാനായിട്ട് കടുവ സഹായിക്കും എന്നാണ് അവർ കരുതുക. ഇതിനായിട്ട് കാടിന്റെ അതിർത്തിയിലോ മരച്ചൂട്ടിലോ അവർ ചെറിയ കോവലുകൾ പണിയുകയും അവിടെ മാംസവും മറ്റു വഴിപാടുകളും ഒക്കെ അർപ്പിക്കുകയും ചെയ്തിരുന്നു. രാത്രി കാലങ്ങളിൽ കാടിറങ്ങി വരുന്ന കടുവകൾ ഈ മാംസം കഴിച്ച് മടങ്ങുന്നത് തങ്ങളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചതിന്റെ ലക്ഷണമായിട്ട് ഗ്രാമവാസികൾ കരുതിപ്പോകും. കാമ്പൽ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് ഇത്തരം ഏതെങ്കിലും ഒരു വിശ്വാസത്തെക്കുറിച്ചാവാം. എങ്കിലും കഥയുടെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അതൊരു നേർക്കാഴ്ചയായിട്ട് തന്നെ അദ്ദേഹം മാറ്റി എഴുതിയതാവാനാണ് സാധ്യത. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു പ്രധാന ചരിത്ര വസ്തുത ഇന്ത്യയിലെ ചില സന്യാസിമാരെയും ഫക്കീർമാരെയും ഒക്കെ കുറിച്ചിട്ടുള്ളതാണ്. അക്കാലത്ത് വനങ്ങളിൽ ജീവിച്ചിരുന്ന ചില സന്യാസിമാര് കടുവകളെ മെരുക്കി കൂടെ നടത്തിയിരുന്നതായിട്ട് ചില ബ്രിട്ടീഷ് രേഖകളിൽ കാണുന്നുണ്ട്. ചെറുപ്പത്തിലെ ലഭിക്കുന്ന കടുവാക്കുട്ടികളെ വളർത്തി വലുതാക്കുകയോ മയക്കുമരുന്നുകൾ നൽകി അവയുടെ ആക്രമണ സ്വഭാവം കുറയ്ക്കുകയോ ചെയ്യുന്ന രീതികൾ പണ്ട് മുതൽക്കേ ഉള്ളതാണ്. തങ്ങൾക്ക് ദൈവികമായ കഴിവുകളുണ്ടെന്ന് സാധാരണക്കാരെ വിശ്വസിപ്പിക്കുവാൻ അവർ ഇത്തരം കടുവകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. കാമ്പലിന്റെ കഥയിലെ പൂജാരി ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു കടുവയെ മെരുക്കിയെടുത്ത ഒരാളാവാം. അങ്ങനെയാണെങ്കിൽ തീർത്തും അപരിചിതമായിട്ടുള്ള സായിപ്പന്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കടുവ പ്രകോപിതനായതും പൂജാരി വന്നപ്പോഴേക്കും പെട്ടെന്ന് ശാന്തനായതും യഥാർത്ഥമാവാൻ സാധ്യതയുണ്ട്. ജിം ഗോർബറ്റ് എഴുതിയ ദി ടെമ്പിൾ ടൈഗർ ആൻഡ് മോർ മാൻ ഈറ്റേഴ്സ് ഓഫ് കുമിയോൺ എന്ന പുസ്തകത്തിൽ സമാനമായിട്ടുള്ള ഒരു ക്ഷേത്ര കടുവയെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതൊരു വളർത്തുമൃഗമായിരുന്നില്ല. കുമിയോൺ മലനിരകളിലെ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാട്ടിൽ ജീവിച്ചിരുന്ന വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു കാട്ടുകടുവയായിരുന്നു അത്. ആ കടുവയെ ക്ഷേത്രത്തിലെ ദേവന്റെ കാവലക്കാരനായിട്ടാണ് ഗ്രാമവാസികൾ കണ്ടിരുന്നത്. നമ്മളിപ്പോൾ കേട്ട കഥയിലെ കടുവയും അത്തരം ഒന്നാവാൻ സാധ്യതയുണ്ട്. മേജർ വാൾട്ടർ കാമ്പലിന്റെ ഈ ഒരു ബുക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാര്യമായ മിനുക്ക് പണികൾ നടത്തിയിട്ടാണ് ഈ കഥ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്.